വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മുടെ ആദ്യത്തെ പാട്ട് ജസ്റ്റ് ഓരോ ഭാരങ്ങളാലും ദൈവം ഓരോ ഭാരങ്ങളിലെയും വഹിച്ചുകൊണ്ട് നമ്മളെ താങ്ങും. ദൈവത്തിന്റെ വലങ്കൈ കൊണ്ട് നമ്മളെ താങ്ങുന്ന ഒരു പാട്ടായിക്കോട്ടെ. ആൻഡ് ഇതാണ് നമ്മുടെ ആദ്യത്തെ പാട്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായിരുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായിരുന്നു ഞാൻ. വീണാലും അവിടെ അനേകനല്ല, വീണാലും അവിടെ അനേകനല്ല, വീണതീയല്ല, യേശുവൻ കരങ്ങളില, വീണതീയല്ല, യേശുവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമം ശോധനയെ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമം ശോധനയെ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടക്കുന്ന യേശുവത്രേ ഞാൻ അവൻ കരങ്ങളില്ല. നടക്കുന്ന യേശുവത്രേ ഞാൻ അവൻ കരങ്ങളില്ല. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കൊന്നു അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. So as the chorus says, ഏത് പരീക്ഷയായാലും ഏത്
പ്രയാസത്തിലായാലും പരിഹാരം ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്. ആൻഡ് all that we need to do is focus on the Lord, focus on God's beauty. ആൻഡ് നമ്മൾ ഇതെല്ലാം ഓവർകം ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മളുടെ കഴിവിലല്ല, പക്ഷെ അതിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. പക്ഷെ ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ്, the reward that we get at the end, that is what our focus should be. So our next song is an English song, and it's a very old song. I was hoping that a few of us know it, but if not, we can learn this song together. And the song just describes of God's beauty and praising God while we walk through this, while we are living in this time of this planet. You know, let our eyes be on the Lord. Let our eyes never be about overcoming everything with our own mighty or with our own strength. And in all that we do, in everything that we do, whether we sing, whether we work, while we earn, while we study, let it all be done for God's glory. Oh Lord, you're beautiful. Your face is all I see. For when your eyes are on this child, your grace abounds to me. Oh Lord, you're beautiful. Your face is all I see. For when your eyes are on this child, your grace abounds to me. I want to take your word and shine it all around. But first help me to just live it, Lord. And when I am doing well, help me to never seek a crown, for my reward is giving glory to you. Oh Lord, please light the fire that once burned bright and clear. Replace the lamp of my first love that burns with holy fear. I want to take your word and shine it all around. But first help me to just live it, Lord. And when I am doing well, help me to never seek a crown, for my reward is giving glory to you. Let's sing the last stanza, the last chorus once more. I want to take your word and shine it all around, but first help me to just live it, Lord. And when I'm doing well, help me to never seek a crown, for my reward is giving glory to you. While we take God's word, while we spread God's word, we need to live it first, you know, breathe it and consume it. Consume God's word and live God's word. And just like Abhyankar had said before, we need to be true disciples. We need to be true witnesses for Christ by acknowledging God's presence, by living by God's presence in our lives, whether be it our troubles, whether be it our difficulties or our sorrows or joys. Help us to always cling on to God's word and let it never be for our own glory, for our own richness.
നമ്മുടെ അടുത്ത പാട്ട് is hopefully our younger kids and എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ആയിരിക്കുന്നു. But it's ഇത്രയും നമ്മളെ നടത്തിയ ഒരു ദൈവം, and we're submitting everything to God. Everything we are giving it unto God's feet. You know, ദൈവത്തിന്റെ കരങ്ങളാൽ സമർപ്പിക്കുന്ന ഒരു നിമിഷമാവട്ടെ. And ദൈവത്തിൽ ആശ്രയിപ്പാൻ ഒരു ജീവിതം ആണ് നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോരോ ഫേസിലും ദൈവത്തിൽ ആശ്രയിപ്പാൻ ഒരു ജീവിതമായിക്കോട്ടെ. And all we have to say in this song is, take it, Lord, and you are our Lord. You are the head of our family. You are our Lord, our Father, who is going to lead us and who will take control over our lives. So let's sing this next song, Yeshuve Nadane, Yeshuve Kartane. And there's no one else whom we can depend on when God is so big. ദൈവമല്ലാതെ വേറെ ആരെയിലാണ് നമ്മൾ ആശ്രയപ്പെടുക. സോ അടുത്ത പാട്ട് യേശുവേ നാഥനെ. യേശുവേ നാഥനെ, യേശുവേ കർത്തനെ, നീയല്ലാതെ ആശ്രയിപ്പാൻ ഭൂമിയിലാരുള്ളൂ. യേശുവേ നാഥനെ, യേശുവേ കർത്തനെ, നീയല്ലാതെ ആശ്രയിപ്പാൻ ഭൂമിയിലാരുള്ളൂ. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ നാഥനേ, യേശുവേ നാശനേ, യേശുവേ കാന്തനേ, നീയല്ലാതെ ആശ്രയിക്കാൻ ഭൂമിയിലാരുള്ളൂ. യേശുവേ നാശനേ, യേശുവേ കാന്തനേ, നിന്നെപ്പോലെ യോഗ്യനായി വേറെ ആരുള്ളൂ. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ നാഥനേ, യേശുവേ ലോഹരി, യേശു മാത്രം സർവവും, നീയല്ലാതെ ആഗ്രഹിപ്പാൻ ഭൂമിയിലാരുള്ളൂ. യേശുവേ ലോഹരി, യേശു മാത്രം സർവവും, നിന്നെപ്പോൾ സമ്പത്തായി വേറെ ആരുള്ളൂ. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ നാഥനേ, യേശുവേ നാഥനേ, യേശുവേ കർത്തനേ, നിന്നെപ്പോൾ സാക്ഷിപ്പാൻ വേറെയാരുള്ളൂ. യേശുവേ നാഥനേ, യേശുവേ കർത്തനേ, നിന്നെപ്പോൾ സ്നേഹിതനായി വേറെയാരുള്ളൂ. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ നാഥനേ, ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ. We thank you, Lord, O Lord Master, for this beautiful day that you've given us, O Lord Deve, for leading us throughout,
for guiding us throughout, Deme, for giving us this very breath. And we thank you a lot, Master, for being our strength, for being our shepherd, for guiding us no matter what. No matter what, we don't know ahead what is ahead of us, O Lord. But you were there right in front of us to hold our hand, O Lord Master. With your right hand, you held us tight and you held us close. And we thank you, Lord Deme, for this one family that we have, Lord Master. Together that you have united us by blood. We thank you, Lord Deme, that was not by our choice, but that you had a purpose for each and every one of us as a family, that you knit us close together, O Lord Master. You know, Lord Master, from the very beginning, our story as a family, O Lord Deme. And we thank you, Lord Master, for being our stronghold through our tough times, O Lord Master. Through our current times, O Lord Master. Yes. We thank you, O Lord Deme, for being our Father, for being the father to the fatherless, to being the healer to those who are sick, O Lord Master, for being a provider for those who are in need, O Lord Master. You have always heard our deepest cries, O Lord Master. And they may, as we have this life over here right now in this earth, as we walk, O Lord, they may help us to hold on to you, fix our eyes on you, O Lord Master, knowing that you are our Father. And that our reward is the kingdom, O Lord Master, our place in the kingdom, O Lord, they may. And Father, we pray for our generation, we pray for our generations to come. And we pray, O Lord, they may, for our elders, O Lord Master, our apachas and amachis, and all of our elders, O Lord, they may, who has guided and led us so far. And we pray, O Lord Master, as we prepare ourselves to hear your word, that you would open our hearts, that you would open our minds to listen more about you and to discover more about you. In your most precious name we pray. Amen. Amen. Good. Thank you, Christina, Abin and Carol. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വർഷിപ്പാണ് അവർ ലീഡ് ചെയ്തത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോർത്ത് നമുക്ക് സന്തോഷിക്കാം. ഒരു ബിഗ് ഹാറ്റ്സ് ഓൺ ക്രിസ്റ്റീന ആൻഡ് ടീം. ക്രിസ്റ്റീന, അബിൻ, കാരൽ, അവരെ ഈ കയ്യിൽ ഞാൻ എടുത്ത് കൊണ്ട് നടന്നിട്ടുള്ളതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹീതമായ കുഞ്ഞുങ്ങളായി വളരുവാൻ തക്കവണ്ണം കർത്താവ് നിന്റെ മക്കളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മൂവരും ദുബായ് CSI ഇടവകയിലെ അനുഗ്രഹീതമായ ശുശ്രൂഷ സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ യൂത്ത് ഫെലോഷിപ്പിലും ഒക്കെ അവർ നൽകി വരുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ കാര്യങ്ങളും ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വൺസ് അഗെയിൻ. നമുക്ക് അടുത്ത ഒരു ബൈബിൾ റീഡിംഗ്, സെക്കൻഡ് ബൈബിൾ റീഡിംഗ് നമുക്ക് ഇപ്പോൾ കേൾക്കാം. അത് റെവലേഷൻ 15, വെളിപാടിന്റെ പുസ്തകം 15-ാം അധ്യായം. അത് വായിക്കുന്നത് ജോസ്നയാണ്. ജോസ്നെ അതിനായി ക്ഷണിക്കുന്നു. വെളിപ്പാട് 15. ഞാൻ വലുതും അത്ഭുതമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുമുള്ള 7 ദൂതന്മാരും തന്നെ അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കളർന്ന് പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടാതെയും ഇരിക്കും? നീയല്ല ഏക പരിശുദ്ധൻ. നിന്റെ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും നമസ്കരിക്കും. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ക്ഷണവസ്ത്രം ധരിച്ച് മാർത്ത് പൊൻപച്ച കെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻ കലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല.
ഈ നാളുകളിൽ നമ്മൾ ശരിക്കും പഠിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകം നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു തുള്ളി പാപം പോലും ചെയ്യുവാൻ നമ്മുടെ മനസ്സ് മുതിരുകയില്ല. ഒരു ചെറിയ ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു സംഭവത്തിലേക്ക് മാറുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. കാരണം എന്താണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്ക് ദൈവം കാണിച്ചു തരുന്നതും നമുക്കിനി പോകാനുള്ള സ്ഥലവും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണല്ലോ വെളിപാട് പുസ്തകം. അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കണം തീർച്ചയായിട്ടും. 1 മുതൽ 22 അധ്യായങ്ങൾ പൂർണ്ണമായും പഠിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയോ നമ്മോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. നമ്മൾ എന്തൊക്കെയോ ഒന്ന് രൂപാന്തരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. തീർച്ചയായും ഓർക്കുക, കർത്താവിന്റെ വരവെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാവരും നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് കർത്താവിനോടൊപ്പം കാണുവാനും സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി പാപത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടകന്ന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വാക്കുകളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പോകുന്ന നല്ല അനുഭവമായി തീരട്ടെ. ഇന്നത്തെ ഈ വെളിപാട് പുസ്തകം 15-ാം അധ്യായം വായിച്ച ജോസ്നയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മളിപ്പോൾ പ്രോഗ്രാം ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. അതിന്റെ ഉദ്ദേശം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ആ ഒരു പ്രോത്സാഹനത്തിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തെരഞ്ഞുപിടിച്ച് ഞാനിനി ഓരോരുത്തരെയും ഞാൻ വിളിക്കും. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ഈ ഡിക്ഷണറിയിലുള്ള ഒരു വാക്ക് നമുക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെന്താണെന്ന് അറിയാമോ? NO. ആ ഒരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിലില്ല. എപ്പോഴും യെസ് ആയിരിക്കണം. പാട്ട് പാടാൻ സാധിക്കുമോ? യെസ്. ഇന്ന് പ്രസംഗിക്കുവാൻ സാധിക്കുമോ? യെസ്. ഇന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? യെസ്. ഇന്ന് ഇത് ചെയ്യാൻ സാധിക്കുമോ? യെസ്. സ്റ്റാൻഡ് ബൈ ആയിട്ട് എപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് നമ്മൾ തീരണം. സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഇപ്പൊ ഇത് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് വളരാൻ സാധിക്കുന്നത്. ചില സമയത്തൊക്കെ നമുക്ക് സ്പോട്ടിലായിരിക്കും കാര്യങ്ങൾ തരുന്നത്. അതുകൊണ്ട് ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ ഒരിക്കൽ പോലും നമ്മൾ നോ പറയാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് ആ അനുഗ്രഹം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തന്നെ തടുക്കുകയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ പ്രെയർ ഗ്രൂപ്പ് ഇതൊരു ശക്തിയുള്ള ഒരു പ്രെയർ ഗ്രൂപ്പായിട്ട് മാറണം. മാസത്തിൽ 1 പ്രാവശ്യം മാത്രമേ നമ്മൾ കൂടുന്നുള്ളൂ. കുറച്ച് സമയം മാത്രമേ നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ. അത് നമുക്ക് അനുഗ്രഹപ്രദമായി ദൈവമഹത്വത്തിനായി നമുക്ക് തിരഞ്ഞെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മീറ്റിങ്ങിന് ശേഷം എന്നെ ഒരു കുഞ്ഞു സഹോദരി വിളിച്ചു ഇപ്രകാരം എന്നോട് പറഞ്ഞു, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മീറ്റിംഗ് ആയിരുന്നു, എൻ്റെ മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും നൽകുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. നമുക്കറിയാം, നമ്മുടെ സുജമാമയുടെ മകൾ ജെനി കഴിഞ്ഞ വർഷം ഓപ്പറേഷനായിട്ട് കിടക്കുന്ന സമയത്ത് ഈ ജെനിയേക്കാളും പ്രയാസം നമ്മുടെ സുജമാമയ്ക്കായിരുന്നു. സുജമാമയോട് സംസാരിക്കുമ്പോഴൊക്കെ കരച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഈ കുഞ്ഞു വേദന എങ്ങനെ സഹിക്കും? ആ മോള് ഭയങ്കരമായ വേദനകൾ സഹിച്ചു. ആ ഓപ്പറേഷൻ എന്നാൽ ദൈവത്തിന്റെ കരം തൊട്ട് അത് പൂർണ്ണ സൗഖ്യമാക്കി മാറ്റി. ഇന്നിപ്പോൾ ജോലി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സഹകരണവും മറ്റൊരാൾക്ക് പ്രത്യാശ നൽകുന്നുണ്ടെങ്കിൽ, വിജയം നൽകുന്നുണ്ടെങ്കിൽ, അനുഗ്രഹം നൽകുന്നുണ്ടെങ്കിൽ അതിലാണ് നമ്മുടെ കുടുംബത്തിന്റെ മഹിമയുള്ളത്, അതിലാണ് നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹം ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രയർ എല്ലാ ശരീരങ്ങളിലും കർത്താവ് കയറി ചെല്ലുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കുകയാണ്. സാംശാനാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നത്. സാംശാനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്ന് കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ പാപത്തിന്റെ കട ക്രൂശിന്മേൽ കർത്താവെ വഹിച്ച് കർത്താവ് ഞങ്ങൾ രക്ഷിച്ച് ഞങ്ങളുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് കർത്താവെ സ്തോത്രം, കേരളത്തിന്റെ പല ഭാഗത്തും ഇന്ത്യയുടെ കർത്താവ് വിദേശങ്ങളിൽ കർത്താവ് ആയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് കർത്താവ് ഒരുക്കിയ ഈ വിലയേറിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ സ്തുതിക്കുന്നു.
കർത്താവെ സ്തോത്രം സ്തോത്രം. നിന്റെ കൂടെയുള്ള ഒരു നിമിഷം കർത്താവെ മറ്റു കർത്താവ് അനേക നിമിഷങ്ങളെക്കാൾ കർത്താവെ അങ്ങോട്ട് വാർക്കുന്ന ഒരു ദിവസം മറ്റ്1000 ദിവസത്തേക്കാൾ ശ്രേഷ്ഠമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവെ സ്തോത്രം അങ്ങോട്ട് ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ സമയങ്ങളെല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തില് വിടുതലുമാക്കി കർത്താവെ അങ്ങ് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം. കർത്താവെ അങ്ങയുടെ കൃപ ഞങ്ങളെ എത്രത്തോളം കാത്തിരുപാലിച്ചു, ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു. രോഗങ്ങൾ വന്നുവെങ്കിലും കർത്താവെ ഹല്ലേലൂയ കർത്താവ് അതിൽ നിന്നൊരു നീക്കുപോക്ക് തന്നു. അങ്ങ് സൗഖ്യം തന്നു കർത്താവെ ആരോഗ്യത്തോടെ കർത്താവെ ഹല്ലേലൂയ അങ്ങ് സൃഷ്ടിച്ച ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് പിന്നെയും കർത്താവ് ഞങ്ങളെ അനുവദിക്കുന്ന ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി കർത്താവെ ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പൂഴുവാനോ ഞങ്ങൾക്ക് പറയുവാനോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവെ സ്തോത്രം സ്തോത്രം. നിങ്ങൾ കൽപ്പിച്ചതൊക്കെ ചെയ്ത ശേഷം ഞാനോ പ്രയോജനമില്ലാത്ത ദാസൻ എന്ന് കർത്താവെ പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ഈ പ്രേരണയിൽ കർത്താവെ ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ ദൈവം സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ പാട്ടുകൾ കർത്താവെ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ പ്രിയ മക്കളെ ദൈവം സഹായിച്ചുവല്ലോ. അവർക്കായി നന്ദിയോടെ സ്തോത്രം. അതിനെ സംസാരിക്കുവാൻ നിന്റെ മക്കളെ ദൈവം സഹായിച്ചു. എല്ലാറ്റിനും കർത്താവ് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രായമായ പിതാക്കന്മാർക്കായി സ്തോത്രം. യൊരുടിപ്പാപ്പനായി സ്തോത്രം. കർത്താവെ ഈ പറയുമ്പോഴേ ദൈവം കാത്തിരുപാലിച്ചു, ആപത്തിനെല്ലാം വിടുവിച്ചു. കർത്താവെ പ്രയാസകര അനുഭവങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും കർത്താവെ അതിനെല്ലാം ദൈവം വിടുവിച്ചു. ദൈവം ഇത്രത്തോളം പ്രത്യാശയോടെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ എല്ലാ പദ്ധതികൾക്കായി സ്തോത്രം. കർത്താവെ സ്തോത്രം സ്തോത്രം. പുനലുപ്പാപ്പനായി സ്തോത്രം. ഒരു കുടുംബമായിട്ടോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ വാർദ്ധക്യത്തോളം കാത്തിരുപാലിച്ചല്ലോ, പിന്നെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ിക്കായി സ്തോത്രം. കർത്താവ് വിൻസി കുടുംബമായിട്ട് അവരെ സ്ഥാനത്ത് കാത്തിരുപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. മനോയിനായി സ്തോത്രം. കർത്താവ് ഒരു കുടുംബമായിട്ട് സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ മഞ്ജുവിൻ കുടുംബത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്ര. യാത്രകൾ കൂടുന്നതെല്ലാം വിടുവിക്കണമേ, എല്ലാ പർച്ചാലും കർത്താവ് രക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭാവിച്ചാൻ കുടുംബത്തോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് കാത്തിരുപാലിക്കണം, ദൈവ കൃപയിൽ പൊതിയണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കമ്മിറ്റിക്കായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. തൈച്ചാൻ കുടുംബത്തിനായി സെൽമാ കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ അങ്ങയുടെ കൃപയിൽ ദൈവമേ അങ്ങ് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം. കർത്താവെ സുധീരമാമയ്ക്കായി സ്തോത്രം. അച്ചാനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. ജിപ്സിക്കായി വിൻസിക്കായി കുടുംബമായിട്ടായ സ്ഥാനത്ത് അവരെ കാത്തിരുപാലിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. സുജമാമ കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ ഒരു സ്ഥാനത്ത് കാത്തിരുപാലിക്കണമേ. കർത്താവെ മോക്കൊടുത്ത വിടുതലിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിനെ അവരെ സഹായിക്കണം കർത്താവ്. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് കൂടെ ഇരുന്ന് കർത്താവെ രോഗത്തിന്റെ പ്രയാസം വിട്ടുവീഴ്ച കർത്താവെ സ്വസ്ഥമായിട്ട് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നവരെ അവരുടെ മനസ്സലിഞ്ഞ് കർത്താവെ അവരുടെ രോഗത്തിന് കർത്താവിടെ പ്രയാസങ്ങൾക്ക് ദൈവം ഒരു നീക്കുപോക്ക് നൽകി സൗഖ്യം നൽകി കർത്താവെ അവരെ സമാധാനത്തോടെ അയച്ച യേശു കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തി ദൈവമാകിയാൽ സ്തോത്രം സ്തോത്രം. എത്രത്തോളം വിശ്വാസം ഞങ്ങൾക്ക് യേശുവിൽ അർപ്പിക്കുവാൻ കഴിയും അത്രത്തോളം ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളും വിടുതലും പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കങ്ങൾക്കായി കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തോത്രം. കർത്താവ് എന്ന് കർത്താവ് മീറ്റിൽ കിടന്ന എല്ലാവരെയും കർത്താവിനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കർത്താവെ സച്ചിനായി സ്തോത്രമായി സംസാരിപ്പാൻ നിന്റെ മനസ്സിനെ സഹായിക്കണം, ദൈവകൃപയിൽ പൊതിയണേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ക്രിസ്ത്യാനായി സ്തോത്രം. കുടുംബമായിട്ടവരെ സഹായിക്കുമാറാകണം. സോളിയം കുടുംബത്തോട്ട് പ്രാർത്ഥികത്തിന്റെ കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം. കർത്താവെ ജയൻ കർത്താവെ സ്തോത്രനായി സ്തോത്രം. കർത്താവെ കാത്തിരുപാലിക്കണ ദൈവത്തിന്റെ കൃപയിൽ കർത്താവെ അങ്ങ് പുതിയമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ സ്തോത്രം സ്തോത്രം. കർത്താവെ മിനിയൻ കുടുംബത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങളെ 3 പേർക്കായി ദൈവത്തിന്റെ കൃപയിൽ അവരെ പുതിയണം കർത്താവെ സ്തോത്രം സ്തോത്രം. എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കണം, എല്ലാവരും ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഇനി നടക്കുന്ന കർത്താവെ ശുശ്രൂഷകൾ പ്രാർത്ഥനകൾ എല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കുമാറാകണം, ദൈവത്തിന്റെ കൃപയിൽ പൊതിയണം കർത്താവ്.
കർത്താവേ ക്രിസ്തുവിന് സ്ഥിരമായ സ്നേഹം കർത്താവേ ഞങ്ങളുടെ മേൽ എപ്പോഴും വസിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. ദൈവ സ്നേഹത്തിൽ ഞങ്ങൾ ആയിരിക്കാൻ ദൈവം സഹായിക്കുമാറാകണം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി തകർക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുവാൻ ഞങ്ങളുടെ നല്ല ദൈവമേ. നമുക്ക് ഇപ്പോൾ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നത് നമ്മുടെ മേബിൾ ആണ്. മേബിളിനെ അതിനായി ക്ഷണിക്കുന്നു. Excuse me. Wait for a second. I'll just stop. Okay, sure, Mola, sure. You can take your own time. You are the word at the beginning. One with God, the Lord Most High. Your hidden glory in creation, now revealed in Christ. What a beautiful name it is. What a beautiful name it is. The name of Jesus Christ, my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. You didn't want heaven without us. So Jesus, you brought heaven down. My sin was great and love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ, my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. You didn't, that could not hold you. What do before you? Silence of past, of sin and grave. Heavens are roaring, praise of your glory. For yours is the name above all names. What a powerful name it is. What a powerful name it is. The name of Jesus Christ, my King. What a powerful name it is. Nothing compares to this. What a powerful name it is. The name of Jesus. What a powerful name it is. The name of Jesus. Thank you. Thank you. Thank you, Mola. Thank you very much. What a wonderful name and what a wonderful power. That is Jesus. Thank you, Uncle. മോള് വളരെ ഭംഗിയായി പാടി. ഇത് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് മോളോട് പാട്ട് പാടണമെന്ന് പറഞ്ഞത്. പ്രാക്ടീസോ യാതൊന്നുമില്ലാതാണ് പാടിയത്. പക്ഷെ വളരെ മനോഹരമായി, നല്ല ബ്യൂട്ടിഫുൾ സൗണ്ടില് വെരി ക്യൂട്ടായി പാടി. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കൊച്ചുമോന്റെ 3 മക്കളും ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ടാലന്റോടു കൂടി തന്നെ അവർ വളരുന്നു. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കരുതുന്നു, സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ദൈവത്തിന്റെ അതുല്യമായ കൃപ അവർ അനുഭവിക്കുന്നതോർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീണ്ടും കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മിനിയെയും ദൈവം അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെയിരിക്കട്ടെ. നാഥനായി ദൈവം കൂടെയുണ്ടെങ്കിൽ പിന്നെ മറ്റാരുടെയും ആവശ്യമില്ല. നാഥനായി ദൈവം കൂടെയുണ്ട്. കൈക്ക് പിടിച്ചു നടത്തുന്ന, അപകടങ്ങളും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുന്ന, സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്ന, എല്ലാത്തിലുപരിയായി സഖിയും തുണയും പരിപാലകനുമായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ദൈവം നമ്മെ എല്ലാ കുടുംബങ്ങളെയും പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ശക്തിപ്പെടുത്തട്ടെ, ദൈവം ബലപ്പെടുത്തട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി മോളെ മേബിൾ മോളെ നന്ദി. വീണ്ടും
കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ എപ്പോഴാണ് പറയുന്നത് അറിയത്തില്ല, അതനുസരിച്ച് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ വചന ശുശ്രൂഷ, താങ്ക് യു മോളെ, താങ്ക് യു. നമ്മളിപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. യങ് ടാലന്റഡ് പേഴ്സൺ, അനദർ പേഴ്സൺ. നമുക്കറിയാം കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഹയസ്റ്റ് മാർക്കോടുകൂടി പാസ്സാകുകയും അതിനുശേഷം തൻ്റെ അങ്കിളിനെ സഹായിക്കുന്നതിനായി ഈ ദുബായിലേക്ക് കടന്നു വരികയും അനുഗ്രഹീതമായ ആ ജോലിയിൽ ഏർപ്പെടുകയും ജോലിയോടൊപ്പം വളരെ കാഠിന്യമേറിയ ഒരു എക്സിക്യൂട്ടീവ് MPA വളരെ അനായാസേനം പാസ്സായി ഹയസ്റ്റ് മാർക്ക് അവിടെയും കരസ്ഥമാക്കി തന്റെ ജീവിതയാത്ര തുടരുന്ന സച്ചിൻ മാത്യു, നമ്മുടെ സച്ചിൻ മോൻ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സച്ചിനും ആഷിഖും എന്റെ ഭവനത്തിൽ വന്നിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ബുക്കിൽ ഇട്ടിരുന്നല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. നമ്മൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക. നല്ല ഒരു പങ്കാളികളെ ഇരുവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ക്രിസ്ത്യനെയും നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യനയ്ക്കും തക്കതായ ഒരു തുണ ആ സമയത്ത് ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിത് പറയുമ്പോൾ ഷേബ ചിരിക്കുന്നുണ്ട്. ഷേബ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നമുക്ക് ദൈവത്തോട് ചോദിച്ച് അത് നമുക്ക് ആരംഭിക്കാം. സച്ചിൻ ഇവിടെ CSI ഇടവകയിലെ യൂത്ത് മൂവ്മെന്റിന്റെ ഒരു നേതാവാണ്, ഒരു ലീഡറാണ്. പല മീറ്റിങ്ങുകളൊക്കെ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നു. ദൈവവചന ശുശ്രൂഷയിലും ദൈവത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം അതിന്റെ ദൈവം മകന് താലന്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് സച്ചിനിൽ നിന്ന് ദൈവത്തിന്റെ വചനം ശ്രവിക്കാം. സച്ചിനെ അതിനായി ക്ഷണിക്കുന്നു. Thank you, Ebi uncle, for this wonderful introduction. ഇത്രയും എബി അങ്കിൾ പറഞ്ഞ പോലെ അത്ര വലിയൊന്നും അല്ല, എന്നാലും ദൈവം നടത്തുന്നു എന്ന വിശ്വാസത്തോടെ I'm gonna begin this session. First of all, ഇങ്ങനെ ഒരു Zoom മീറ്റിംഗിൽ എല്ലാവരെയും കാണുവാൻ ദൈവം ഇടയാക്കി. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. I just have a small request. നമ്മൾ എല്ലാവരും ഫാമിലി മാത്രമേ ഉള്ളൂ. കഴിയുന്ന എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് നമുക്ക് എല്ലാവരും പരസ്പരം ക്യാമറ ഓൺ ചെയ്ത് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ I feel it will be much better. There is no one outside. It is just our family. So കഴിയുന്നത് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബമായിട്ട് ഒരു പ്രാവശ്യം കൂടെ ചേരുവാനും മനോഹരമായ ഗാനങ്ങൾ ശ്രവിക്കുവാനും വർഷിപ്പ് സെഷൻ ലീഡ് ചെയ്യാനും അതേപോലെ മധ്യസ്ഥ പ്രാർത്ഥന, ബൈബിൾ റീഡിംഗ് എല്ലാം നമ്മളൊരു ഫാമിലി ആയിട്ട് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ആൻഡ് സച്ച് എ പ്രൗഡ് തിങ് ദാറ്റ് the new gen or the young gen is taking it up, and it's such a happy thing. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ അല്പസമയത്തെ വചന ധ്യാനത്തിനായി കഴിഞ്ഞ പ്രാവശ്യം മേഘ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് തന്നു. അതായത് വൈ ഡിഫിക്കൽട്ട് ടൈംസ് ഇൻ ആർ ലൈഫ്. ഞാൻ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ, മേഘ എന്ന ബാറ്റൺ ഞാൻ അങ്ങ് എടുക്കുക. വൈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ ലൈഫ് എന്നല്ല, ഐ വോണ്ട് ടു സ്ട്രെസ് ഓൺ വൺ വേർഡ്. ഒരൊറ്റ വേർഡിലാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടഫ് സിറ്റുവേഷനാണ്. അത് പല രീതിയിലാവാം. So I'm going to just emphasize my speech in just one word: how to overcome crisis. Crisis എന്ന ഒരു വാക്കിനെ വെച്ചാണ് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിക്കും, why do we have crisis? എന്തിനാ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്? പക്ഷെ അതിലും ശ്രദ്ധേയമായ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും ചോദിക്കുന്നത്, why God me? ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട്, എന്നിട്ട് എന്നെ തന്നെ കിട്ടിയുള്ള ഇത്രയും പ്രോബ്ലംസ് തരാൻ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് വരുന്നത്? ഞാനത് ഓവർകം ചെയ്യാൻ പറ്റുമോ? പക്ഷേ I got a very happy news to you all. You have crisis in your life just because of one thing: you are chosen. You are chosen by God, and you know that, and God knows that you have the courage to overcome it. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല. ഞാൻ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനോജങ്ങളുടെ ന്യൂട്ടൺസ് ലോയിലെ ഫസ്റ്റ് ലോ എന്തോ പറയുന്നത്, every body tends to be in its state of rest or of uniform motion unless it is acted upon by an external unbalanced force. നമ്മളെ ചോസൻ വൺസ് ഒന്നും സാധാരണ പോലെ ഒരു ജീവിതം നയിക്കാനുള്ളവരല്ല. നമ്മുടെ ലൈഫിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്, ഒരു ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാലേ നമ്മളൊക്കെ ഇന്ന് ശരിയാവത്തുള്ളൂ. Then we call upon to God, and I would like to emphasize crisis as a time to cry to Jesus.
crisis can be expanded as cry to Jesus. അത്രയും ഒരു കോൺഫിഡൻസ് ലൈഫിൽ ഉണ്ടെങ്കിൽ we are half done. തീർച്ചയായും എന്നെ ഫാസിനേറ്റ് ചെയ്തൊരു കാര്യമുണ്ട്, അതെല്ലാവർക്കും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഓർത്താണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ നമുക്ക് പല ഹീറോസ് ഉണ്ട് അല്ലെ? ആദാം തൊട്ട് ബൈബിളിലെ എൻഡിങ് റെവല്യൂഷൻസിൽ വരെ നമുക്ക് പല ഹീറോസിനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളോട് പെട്ടെന്ന് ചോദിക്കുക, ആരൊക്കെയാണ് നമ്മുടെ ബൈബിളിലെ ഹീറോസ്? ഏബ്രഹാം, ജേക്കബ്, മോസസ്, ഡാനിയൽ, ജീസസ് ക്രൈസ്റ്റ്, റൂത്ത്, എസ്തേർ. അവരെ ഹീറോസ് ആക്കിയിരിക്കുന്നത് അവര് ജനിച്ച സാഹചര്യമോ അവരുടെ ചെയ്ത നന്മകളോ പ്രവൃത്തികളോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ഓൺലി വൺ ആൻസർ, ദാറ്റ് ഹൗ ദേ ഓവർകം ദ ക്രൈസിസ് സിറ്റുവേഷൻ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ it is their action towards their test. It is a reaction that made them different among all others. And that is what makes us an inspiration to many by reading them. Now, കുറച്ച് basic characters നമുക്ക് പോവാം. അബ്രഹാമിന്റെ ക്രൈസിസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ we cannot even imagine. 100 വർഷം കാത്തിരുന്ന് ഒരു കുഞ്ഞുണ്ടായി. ദൈവം അന്നേരം വന്ന് പറയും, ആ കുഞ്ഞിനെ കൊണ്ടുപോയി യാഗമായിട്ട് കൊടുക്കും. നമ്മളാണ് എന്തോ ചെയ്യും? ദൈവം ഞാനെങ്ങും പറ്റത്തില്ല, എന്നെയും കൊണ്ട് അങ്ങും പറ്റത്തില്ല, ഇത്രയും കാത്തിരുന്നിട്ട് കിട്ടിയ കുഞ്ഞ്. He overcome a crisis. ജേക്കബിന്റെ ക്രൈസിസ് നമുക്കറിയാം. He was thrown to the well, but finally he could have easily given up in life, but he overcome it. Sorry, that was Joseph. Moses ജനിച്ചപ്പോൾ തൊട്ടേ ക്രൈസിസ് ആയിരുന്നു. He was thrown through the river, but finally he was a man with stammering, but he had overcome the crisis situation and he became one of the leader who took the Israelites across. ചെങ്കടലിനെ രണ്ടായി പിളർത്തിയ ഒരു നേതാവാണ് മോസസ്. Daniel was thrown to the lion's den. ഒരു ലയൺസ് ഡെനിൽ പോകുന്നതിന്റെ എഫക്റ്റ് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതിന്റെ റിയാക്ഷൻ ഒക്കെ പെട്ടെന്ന് തന്നെ ആയിരിക്കും. But it was amazing how God had protected Daniel because he stood by his faith. It was a big test of his crisis. He could have easily പെട്ടെന്ന് പറയായിരുന്നു, എനിക്കിതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. But he stood faithful amongst this crisis. ദാവീദ് എന്നൊരു ബാലൻ ഫേസ് ചെയ്ത ക്രൈസിസ് എന്ന് പറയുന്നത് ഗോലിയാത്തിനെ പോലെ വലിയൊരു പ്രോബ്ലം മുന്നിൽ നിൽക്കുകയാണ്. അവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. There is nothing in front of him. ആകെ ഉണ്ടായിരുന്ന ഒരു കവിണയും ഉണ്ടായിരുന്ന ഒരു കല്ലും ഉണ്ടായിരുന്നു. അത് വെച്ച് മല്ലനായ ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവീദ്, he overcome his crisis by trusting God faithfully and believing in his promises. ജോഷുവയുടെ ക്രൈസിസ് ആണ് നമ്മൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയുന്നത്. ക്രോസിംഗ് ദ റിവർ ഓഫ് ജോർഡൻ. യോർദാൻ നദി ക്രോസ് ചെയ്യുന്ന പോലെ ഇറ്റ്സ് നെവർ എൻ ഈസി തിങ്. ബ്രേക്കിംഗ് ദ വാൾസ് ഓഫ് ജെറീക്കോ. ഒരു ബോംബോ ഒരു വെപ്പണോ ഇല്ലാതെ just with 7 trumpets he broke the wall of Jericho. Elisha, the 2 great prophets, വിശന്നിരുന്നവർക്ക് മന്ന കൊടുത്തത്. God gave him a poor marriage, കാക്കയിലൂടെ കൊണ്ടുവന്ന് കൊടുത്തു. He overcome the crisis. Ruth, നമ്മുടെ വിമന് വേണ്ടിയിട്ട്. Ruth, Esther, Mary had faced a big crisis. കാര്യം she is now considered to be the most blessed lady, but the crisis which she had to overcome was very high. ഒരു കല്യാണം കഴിക്കാത്ത ഒരു യുവതി കർത്താവിന്റെ അമ്മയെന്ന് പറഞ്ഞ് കൺസീവ് ആവുക, അത് ദൈവത്തിൽ വിശ്വസിച്ചത് ആക്സെപ്റ്റ് ചെയ്യുക, ഇറ്റ് വാസ് നോട്ട് എൻ ഈസി തിങ്, ബട്ട് ഷീ ഹാഡ് ഫെയ്ത്ത്ഫുള്ളി ആക്സെപ്റ്റഡ് ഇറ്റ്. പിന്നെ നമ്മുടെ ക്രൈസിസ് സ്പെഷ്യലിസ്റ്റ് ജോബ്, ലൈഫിൽ ഫുൾ ക്രൈസിസ് ആയിരുന്ന ഒരാളായിരുന്നു. ബട്ട് ദ മോട്ടിവേഷൻ ഹി ഗിവ്സ് ഇൻ ആർ ലൈഫ്, എന്ത് പ്രോബ്ലം വന്നാലും ജോബ് ആൻഡ് നെവർ സെഡ് നോ ടു ഗോഡ്. He had successfully overcome it. Even Jesus, when he was born, he was in a crisis situation. He had to be moved off. കാലിത്തൊഴുത്തിൽ ജനിച്ചു, കൊട്ടാരത്തിൽ ജനിക്കേണ്ട കർത്താവ് കാലിത്തൊഴുത്തിൽ ജനിച്ചു. He had to move off because Herod's army was following him. And എല്ലാം കഴിഞ്ഞ് 30 വയസ്സ് കഴിഞ്ഞ് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പം സാത്താൻ ടെംപ്ടേഷന് കൊണ്ടുവരുന്നു. അവിടെയും ക്രൈസിസ്. അപ്പോൾ it is not normal people who are always going through a crisis situation. ഈ ക്രൈസിസിലൂടെ പോകാനും ദൈവം നമുക്കൊരു കൃപ തരുന്നുണ്ട്. അപ്പോൾ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെപ്ത് ഉള്ള വേർഡാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്രൈസിസ് ആൻഡ് എ ടെസ്റ്റ്? ക്രൈസിസും ടെസ്റ്റും ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ, ദാറ്റ്സ് വാട്ട് ഇറ്റ് മേക്സ് ഡിഫറൻസ്. ഒരു പ്രോബ്ലം വരുമ്പോൾ പല രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, ബട്ട്
being a family that is rooted in Christ, being an individual that is rooted in Christ, your action demands your destiny. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തളർന്ന് പതറി പോകാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. And that is exactly what I have got to tell everyone. It's nothing. Just hold on to your faith and move ahead. ഇനിയിപ്പോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് how to overcome the crisis in our lives. ഇതിപ്പോ ഒരുപാട് പേര് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. It is not any rocket science. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും. It's just few baby steps. First thing, what I would say is have a strong belief in the word of God. Only in the word of God, not in the worldly God. ദൈവവചനത്തിൽ ശക്തമായ ഒരു അടിത്തറ ഉണ്ടായിരിക്കുക. ആചരികത്ത് നട്ട ഒരു ആട്ടരികത്ത് നട്ട ഒരു വൃക്ഷം ഫലം, ഇറ്റ്സ് സംതിങ് റിയലി സ്പെഷ്യൽ. അത് എല്ലാവരെയും കൊണ്ടങ്ങ് പറ്റത്തില്ല. അത് തക്കകാലത്ത് ബലം കായ്ക്കുന്ന വൃക്ഷം പോലെയാവും. It's like we say in Psalms 1, we are all like a tree that is planted by the riverside. We will bear the fruits at the right time. When I say the word strong belief in the word of God, നമ്മൾ എല്ലാവരും ബൈബിള് വായിക്കുന്നവരാണ്, നമ്മൾ എല്ലാവരും സങ്കീർത്തനം വായിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ we just read one Bible verse before we leave out. നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഒരു ബൈബിൾ വേഴ്സ് വായിക്കും. അപ്പോൾ നടന്നൊരു സ്റ്റോറിയാണ്, ഞാൻ കേട്ട ഒരു സ്റ്റോറിയാണ്. ലൈക്ക് ഒരു ഹസ്ബൻഡും ഒരു വൈഫും ഉണ്ടായിരുന്നു. രണ്ടുപേരും സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ആണ്. അപ്പൊ രണ്ടുപേരും ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, നല്ല സെറ്റിൽഡ് ആണ്. അപ്പൊ അവർക്ക് ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഡെയിലി വർക്കിന് പോകുന്നതിന് മുമ്പ് they always take a Bible verse. ഒരു ബൈബിൾ വേഴ്സ് എടുത്ത് പ്രാർത്ഥിച്ച് അപ്പം ഇറങ്ങി ഓടുന്ന ടീമുകളായിരുന്നു അവര്. അപ്പം ഒരു സ്പെഷ്യൽ ഡേക്കും അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം they were feeling so special. വൈഫ് ഇങ്ങനെ കുറെ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു, you should give me something really special for this wedding anniversary. ഒരു ഡയമണ്ട് നെക്ലസ് വേണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വാസ് ലൈക്ക് ഓക്കെ, കുഴപ്പമില്ല, ബൈബിൾ കുഴപ്പമില്ല, വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, സ്പെഷ്യൽ അല്ലേ. അപ്പൊ ഇങ്ങനെ അവര് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് എനിക്ക് കിട്ടുന്ന ബൈബിൾ വേഴ്സ് പോലെ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പം she felt very happy. അപ്പൊ she was praying in her heart. സങ്കീർത്തനം 118, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ എടുത്തപ്പം കുറച്ച് പേജ് അങ്ങോട്ട് മാറിപ്പോയി. അത് പോയത് യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 2-ാം വാക്യമായിരുന്നു. ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു, നിന്റെ ഞെരുക്കം എന്റെ മേലിരിക്കുന്നു. അപ്പോൾ അവര് പറഞ്ഞു, എന്റെ ഒരു ദിവസം മാത്രമല്ല, എന്റെ ഒരു വർഷം പോയി. ബട്ട് ആർ വി ടു ബി ക്രിസ്ത്യൻസ് ലൈക്ക് ദാറ്റ്? അങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് വരേണ്ടത്? ഒരു ദിവസത്തെ വചനം, ഒരു ബൈബിൾ വേഴ്സ് കൊണ്ട് മാത്രമാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും അല്ല. ട്രസ്റ്റ് ആൻഡ് ഇൻട്രോസ്പെക്ട് യുവർ സെൽഫ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം എന്ന ഒരു ശക്തമായ ഒരു വേര് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വേണം. ട്രസ്റ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ടാമതായി നമ്മൾ പറയേണ്ടത്, വേർഡ് ഓഫ് ഗോഡ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന എന്താണ്? പ്രാർത്ഥന. പ്രേയർ ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സർവീസിൽ യൂത്ത് വീക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രസംഗിച്ച അച്ഛൻ ഞങ്ങളോട് 4 കാര്യങ്ങൾ പറഞ്ഞു. There are 4 replies to your prayer. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്, വലിയൊരു ലിസ്റ്റ് ഉണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. The God's reply to your prayers, 1 is a strong yes. Money, it is yours. നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട, നിനക്കത് കിട്ടിയിരിക്കും. It's a strong yes. Second one, it's a strong no. No, നിനക്കുള്ളതല്ല. A no is a no. Third one is ഒരു ആംബർ ലൈറ്റ് അല്ലെങ്കിൽ ഒരു തേർഡ് എംപയർ ഡിസിഷൻ പെൻഡിങ് പോലെ. വെയിറ്റ്, കുറച്ച് ടൈം എടുക്കും, ബട്ട് ഐ വിൽ റെസ്പോണ്ട് ടു യു. പക്ഷെ ഫോർത്ത് ഒരു സ്പെഷ്യൽ പ്രെയർ ആണ്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. വാട്ട് ആർ യു പ്രേയിങ്? അത് നിനക്കുള്ള സ്റ്റാൻഡേർഡ് ആണെന്നോ? നമുക്ക് ഓഫൻ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഏതോ വി അണ്ടർ എസ്റ്റിമേറ്റ് ourselves or we ഓവർ എസ്റ്റിമേറ്റ് ourselves. എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, എന്നെ കൊണ്ട് എല്ലാം പറ്റുമോ എന്നുള്ളൊരു വിചാരം ചിലപ്പോൾ നമുക്കുണ്ടാവും. അല്ലെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇത് എന്നെ കൊണ്ടാ പോകുന്നതല്ല. God has given you a standard and his standard has no differences. If he has cemented you in a standard, ദൈവം തന്നിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ദൈവം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ no word can break it off. Third thing is
to share and be a sponge to others' problems. ഇപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം, everyone wants to speak out. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ പറയണം, അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കണം. ബട്ട് എത്ര പേര് ആ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കുന്നു? How are we responding to others' problems? നമുക്ക് എല്ലാവർക്കും നമ്മളുടെ നിലപാടുകളുണ്ട്, ശക്തമായ പോയിന്റ്സ് ഉണ്ട്. ബട്ട് it is always a good listener that is always a good leader. മറ്റുള്ളവരുടെ ഒരു പ്രോബ്ലം കേട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ you are half in the way of a good leader. Be a sponge that absorbs others' negativity. നമ്മളിപ്പം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ട്. പക്ഷെ ആ നെഗറ്റിവിറ്റീസ് നമ്മൾ അബ്സോർബ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ the situation will get just worsened. But just absorb the negativity. നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്ത് പോസിറ്റിവിറ്റി റേഡിയേറ്റ് ചെയ്യുക. അതിന് ഒരു പ്രത്യേക ദൈവകൃപ തന്നെ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ആൻഡ് വി ആർ സൂപ്പർ ഹാപ്പി ടു സേ ദാറ്റ് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അടുത്തതായി ഫോർത്ത് സ്റ്റെപ്പ്, a very simple tip to overcome. നമ്മളിപ്പോ എല്ലാരും കേട്ടു, നല്ല പാട്ടുകാരൻ, everyone sang well, and I'm so proud to say പപ്പ ഒരു choir master ആയതുകൊണ്ടായിരിക്കാം കുറെ inbuilt songs has always been a part of my life. I have always been rooted with songs in life. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എല്ലാവർക്കും പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. We love music. We love listening to music. നമുക്ക് പാട്ട് ഇഷ്ടപ്പെടാൻ രണ്ട് കാര്യങ്ങളുണ്ട്. One is it tune. നമ്മൾ 4 പാർട്സും 2 പാർട്സും കവറും എല്ലാം കേട്ട് നമുക്ക് ട്യൂൺ കാരണം ഇഷ്ടപ്പെടാം. സെക്കൻഡ് തിങ്, അതാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ പോകുന്നത്. Every song has got a special message. എല്ലാ പാട്ടിനും ഒരു മീനിങ് ഉണ്ട്. അത് നമുക്ക് ഫേവറേറ്റ്സ് ആവുന്ന, നമ്മൾ പോലും അറിയാതെ ഫേവറേറ്റ്സ് ആവുന്നതിന് ഒരു റീസൺ ഉണ്ട്. നമ്മൾ കടന്നുപോയ സാഹചര്യവും നമ്മളുടെ ആ ഓരോ വേർഡ്സ്, ചിലപ്പോൾ ആ പാട്ടിൽ ഒരു വേർഡ് ആയിരിക്കും നമ്മളെ ടച്ച് ചെയ്തിരിക്കുന്നത്. ആ വേർഡ് നമ്മുടെ ലൈഫിൽ എങ്ങനെ പേഴ്സോണിഫൈ ചെയ്യുന്നു, അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള 2 പാട്ടുകളാണ്. ഒന്ന് കർത്തൻ തന്ന നൽവാഗ്ദാനം, ലോകയാത്ര നീളം നിന്നെ ഞാൻ നടത്താം എൻ കണ്ണാൻ. സെക്കൻഡ് വൺ, ഇറ്റ്സ് എ സ്പെഷ്യൽ സോങ്. ശിൽപാൻജി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ശിൽപാൻജി വാസ് ദ ഫസ്റ്റ് വൺ എനിക്ക് ഈ പാട്ട് ഞാൻ കേട്ടത്. ലൈക്ക് ഐ ഫീൽ I was just 8 or 9 years old. മനോജങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ശിൽപാൻജി പാടിയൊരു പാട്ടായിരുന്നു, എനിക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ ഉറ്റത്തുണ യേശു, കണ്ണുനീർ അവൻ തുടങ്ങി. That's the first time I'm ever ഞാൻ ആ പാട്ട് കേട്ടോണ്ടിരുന്നു. But gradually that song also started to grow along with me. ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ അപ്സ് വരുമ്പോഴും ഡൗൺസ് വരുമ്പോഴും നമ്മൾ പോലും അറിയാതായിരിക്കും ഒരാളുടെ ലൈഫിൽ നമ്മളൊരു ഇൻസ്പിറേഷൻ ആവും. Every song has got a message. Just live the songs. That is my 4th point. And what happens when you overcome this crisis situation? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വാൾസ് ഓഫ് ജെറിക്കോ ഉണ്ട്. അത് പല രീതിയിലായിരിക്കാം. നമ്മുടെ അപ്പച്ചന്മാർ ആ വാൾസ് ഓഫ് ജെറിക്കോ ഓവർകം ചെയ്തു. നമ്മുടെ അപ്പന്മാർ they are overcoming it and they are taking it to another level. And to all the younger ones, let the trials come, let the temptations come. We have a God who is there in front of us. We are shielded. ദൈവം എന്ന് പറയുന്ന ഒരു ആർമറിന്റെ മുമ്പിൽ നമ്മൾ ഷീൽഡഡ് ആണ്. ഈ പടച്ചട്ടയും വാളും പരിചയവുമായി നമ്മുടെ മുമ്പിൽ ഒരാൾ നിൽപ്പുണ്ട്. Nothing to worry. Be strong, go and face it. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പല സിറ്റുവേഷൻസിലും we feel down. അത് വാസ്തവമായ കാര്യമാണ്. Because we are all humans. But always remember one thing. മുമ്പിൽ ഇരിക്കുന്ന ആൾ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ there is nothing to worry. God will protect you from all the harms. And one more thing. What happened when the walls of Jericho were broken? Walls of Jericho was broken after 40 years. They reached the promised land. പാലും തേനും ഒഴുകുന്ന ഒരു രാജ്യത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോയി. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ I don't know where I'm going. ഞാൻ എവിടെ എത്തും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ don't worry. നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രോമിസ് ലാൻഡ് ഉണ്ട്. God has given one promised land to everybody's life. And to all my youngsters, എൻ്റെ കുഞ്ഞ് അനുജന്മാരോടും അനുജത്തിമാരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഓൾമോസ്റ്റ് എൻ്റെ ഫസ്റ്റ് പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നത് ജോർജ് അപ്പച്ചന്റെ വീട്ടിലെ മിഷൻസ് ഇന്ത്യയുടെ ഒരു പ്രയറിന് വേണ്ടിയിട്ടായിരുന്നു.
അപ്പൊ അന്ന് ജോർജ് അപ്പച്ചൻ വന്ന് പറഞ്ഞു പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഐ ടു യങ് ടു സ്പീക്ക്, എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു നിനക്ക് അറിയാമെന്ന് വെച്ചാൽ നീ പ്രസംഗിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഒരു പ്രസംഗമൊക്കെ ഒന്ന് എഴുതിത്താ അപ്പച്ചൻ, എനിക്ക് അറിയത്തില്ല. അപ്പച്ചൻ പറഞ്ഞു ഇല്ല, നീ ആ ബൈബിൾ പോർഷൻ വായിച്ചിട്ട് നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഒരു വേഴ്സ് എന്ന് പറഞ്ഞ് എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത ബൈബിൾ വേഴ്സ് ആയിരുന്നു ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് 1 to 12. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ. അപ്പോൾ അങ്ങനെ മീറ്റിംഗിനകത്തിരുന്ന അപ്പച്ചൻ പറഞ്ഞു നീ പ്രസംഗം എഴുതിക്കൊണ്ടോ, ഞാൻ നോക്കാന്ന് പറഞ്ഞു. എന്റെ അപ്പച്ചൻ എന്റെ പ്രസംഗമൊക്കെ നോക്കി. അപ്പച്ചൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം എന്തോ? ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ബാലനുണ്ട്. അപ്പച്ചൻ പറഞ്ഞു അതിനെപ്പറ്റി പ്രസംഗിച്ചാണ്. എന്നിട്ട് അപ്പച്ചൻ എനിക്ക് തന്ന ഒരു ഗൈഡൻസ്, ഇവിടെ ഒരു ബാലനുണ്ട്. There is a chosen one among you. That has been the standard of Kadit family. നമുക്ക് എല്ലാവർക്കും ദൈവം ഒരു ചോസൻ വണ്ണിനെ വെച്ചിട്ടുണ്ട്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ പലപ്പോഴും ആ കോൾ നമ്മൾ മറന്നു പോകുന്നു. യു ആർ എ ചോസൻ വൺ, യു ആർ എ സെലക്ടഡ് വൺസ്. ഈവൻ ടുഡേ ഐ റിയലി ഗോട്ട് ഇൻസ്പയർഡ് ബൈ ദ പാസ്റ്റ്. വലിയപ്പയുടെ ബാബുജി അങ്കിളുടെ പാസ്റ്റ് എന്ന് ഞാൻ കേൾക്കാനിടയുണ്ട്. ഇറ്റ് ഈസ് എ റിയൽ ഇൻസ്പിറേഷൻ ടു ഓൾ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അപ്പച്ചന്മാർ കടന്നു വന്ന പാസ്റ്റ്, that is what we all enjoy now. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ നോക്കുന്ന സാഹചര്യത്തിൽ we are all blessed. We are all blessed beyond borders. We are all blessed beyond measures. But ലൈഫില് പ്രോബ്ലംസ് വരും. ലൈഫില് നമ്മള് പാട്ടിൽ പറയുന്നുണ്ടല്ലോ, വരട്ടെ കഷ്ടം സാത്താൻ അമർത്തട്ടെ, പോരാത്തതല്ലെന്ന് വിശ്വാസം, നിർഗതിയെ ആദരിച്ചോനീശു എനിക്കായി നൽകി രക്ഷ. So you have a fire that is being set by your ancestors. അതൊരു ഒളിമ്പിക് ടോർച്ച് പോലെ ഇറ്റ് ഇസ് പാസ്ഡ് ഓൺ ടു ജനറേഷൻസ്. നമ്മുടെ അപ്പച്ചന്മാരെ തൊട്ട് അങ്കിളുമാരെ തൊട്ട് ഇനിയിപ്പം സോ ദ യങ്ങസ്റ്റ് വൺസ് ഐ ഹാവ് ഗോട്ട് ടു ടെൽ ഇസ് ദാറ്റ് ഡോണ്ട് വറി, നമുക്ക് എല്ലാവർക്കും ദൈവം നല്ലൊരു ഫൗണ്ടേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അപ്പോൺ യു ടു ബിൽഡ് ഇറ്റ്. ആൻഡ് ഇറ്റ്സ് സച്ച് എ ജോയ് ടു സീ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന കാണാൻ പറ്റുന്ന ഒത്തിരി സന്തോഷമുണ്ട്. സോ ലെറ്റ് us all be like small caterpillars that turn into big butterflies. നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒരു കാറ്റർപില്ലർ, ഒരു കുക്കിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒരു വണ്ടർഫുൾ ബട്ടർഫ്ലൈ ആവുന്ന പോലെ വി ആർ ഓൾ ജസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് കാർബൺ. അത് ഇങ്ങനെ മോൾഡ് ചെയ്തിട്ടാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഡയമണ്ട്സ് ആവുന്നത്. സോ വെൻ ട്രയൽസ് കം, വെൻ പ്രോബ്ലംസ് കം ഇൻ ലൈഫ്, നെവർ ഗിവ് അപ്പ്, ബട്ട് ബി എ കാറ്റർപില്ലർ ഓർ ബി എ കാർബൺ ദാറ്റ് ടേൺസ് ഇൻടു എ ഡയമണ്ട്. സ്റ്റേ സ്ട്രോങ് ആൻഡ് റൂട്ടഡ് ഇൻ ഫെയ്ത്ത്. The victory is yours. ദൈവം ഓരോരുത്തരെയും ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം കഴിച്ചു. Thank you, Sachin, for this wonderful word of God. God used you in his hands to deliver the word of God. Thank you once again. നമ്മുടെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയൊക്കെ മധ്യത്തിൽ പോലും നമുക്ക് നല്ലൊരു ലീഡറായി ദൈവം കൂടെയുണ്ട്. ആ ലീഡർഷിപ്പിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ പിന്നെ ഇതിനെ ഒന്നിനെക്കുറിച്ചും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായി നല്ല ഭാഷയിൽ നമ്മോട് സംഭാഷിച്ചു. സച്ചിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കുടുംബ ജീവിതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഒരു നല്ലൊരു പങ്കാളിയെ നൽകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബം ദൈവത്താൽ അധിഷ്ഠിതമായ കുടുംബമാണല്ലോ. സച്ചിൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ട് വടശ്ശേരിക്കലിലെ അപ്പച്ചൻ പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നുപോയി. അതായത് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ അഞ്ചലിൽ താമസിക്കുന്ന സമയത്ത് ചണ്ണപ്പേട്ട, അവിടെ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് ചണ്ണപ്പേട്ട എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഈ കൺവെൻഷൻ വർഷത്തിൽ ഒരിക്കൽ കൺവെൻഷൻ വരാറുണ്ട്. ആ കൺവെൻഷന് ആ നമ്മുടെ അഞ്ചലിലെ വീട്ടിൽ നിന്ന് നടന്നാണ് അവിടെ വരെ പോയത്. തിരിച്ചു വരുമ്പോൾ ഭയങ്കര രാത്രിയാണ്, ഇരുട്ടാണ്. ആ ഇരുട്ട് സമയത്ത് ചുട്ടുംകറ്റ കത്തിച്ചുകൊണ്ട് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ അല്ല, പൂർണ്ണമായിട്ടും അന്ന് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ അങ്ങനെ ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇത്രയും സന്തോഷവും അനുഗ്രഹപ്രദമായി ഇരിക്കുന്നത്. നമ്മുടെ വളർച്ചയുടെ പിന്നിൽ നമ്മുടെ പ്രിയ അപ്പച്ചന്മാരുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുണ്ട്. നമ്മുടെ വല്യമ്മച്ചിയുടെ, വല്യപ്പച്ചന്റെ, നമ്മുടെ പപ്പമാർ, നമ്മുടെ പപ്പമാരുടെ സഹോദരന്മാർ, ഇവരുടെ എല്ലാവരുടെയും ഒരു നല്ല പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മെ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്.
എന്നാൽ നമുക്ക് അവർ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവര് ഒരു സമയം അപ്പച്ചൻ പപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, രാവിലെ അപ്പച്ചൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചാരുകസേരയിലോട്ട് ഇരിക്കും. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ. ഈ പാട്ട് കേൾക്കുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ വരും, രാവിലത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് വരും. എന്നിട്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ജീവിതം ആരംഭിക്കുന്നത്. ഞാനത് ഓർക്കുമായിരുന്നു. ഇന്ന് വാസ്തവമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. രാവിലെ പ്രാർത്ഥന നമ്മുടെ ഭവനത്തിലുണ്ടോ? വൈകുന്നേരം പ്രാർത്ഥന നമ്മുടെ ഭവനത്തിലുണ്ടോ? പല സമയത്ത് ഭവനത്തിൽ നിന്ന് ജോലിക്കായി നമ്മൾ പുറപ്പെടുന്നു. പല സമയത്ത് നമ്മൾ ഭവനത്തിലേക്ക് കയറി വരുന്നു. നമ്മൾ മറന്നുപോയ ഒരു കാര്യം, നമ്മുടെ അപ്പച്ചന്മാർ പഠിപ്പിച്ച ആ അനുഗ്രഹീതമായ ശുശ്രൂഷ നമ്മൾ റീസ്റ്റോർ ചെയ്യുക. അത് നമുക്ക് റീസ്റ്റോർ ചെയ്യണം. ഒരു മനുഷ്യന്, നമുക്കറിയാം മനുഷ്യന്റെ ജീവിതത്തിൽ തിരക്കുകളില്ല. ആരെങ്കിലും ഞാൻ തിരക്കുള്ളവനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാച് അവനെ പിടിച്ചിരിക്കുന്നതാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താ അറിയാമോ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന എബ്രഹാം ലിങ്കൺ ഏറ്റവും തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പ്രസിഡന്റാണ്, ധാരാളം കാര്യങ്ങൾ നോക്കിക്കിടക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തിരക്ക് പിടിച്ച മനുഷ്യനാണെന്ന് അദ്ദേഹം പറയുന്നില്ല. കാരണം എന്റെ ദൈവത്തോട് അരനിമിഷം ചെലവഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ തിരക്കുകൾ. അറിയാം, 91-ാം സങ്കീർത്തന പുസ്തകം, കിങ് ജെയിംസ് വേർഷൻ സങ്കീർത്തന പുസ്തകത്തിലെ 91-ാമത്തെ പേജ് വരുന്ന ഭാഗം ഒത്തിരി അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു. കാരണം അതാണ് എപ്പോഴും ടേൺ ചെയ്ത് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം, തീർച്ചയായിട്ടും രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ നിനക്ക് സ്തോത്രം, എന്നെ ഇന്ന് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം എനിക്ക് ജീവൻ നൽകിയ എന്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ മുട്ടിന്മേൽ നിന്ന് കട്ടിലിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് വേണം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ പ്രവേശിക്കുക. തിരിച്ച് നമ്മൾ ഭവനത്തിൽ വരുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ബന്ധങ്ങൾ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മുടക്കരുത്. നമ്മുടെ സച്ചിനെ നമ്മളെ ഓർമ്മിപ്പിച്ചു, വേദപുസ്തകം, അതായത് ദ വേർഡ് ഓഫ് ഗോഡ്, ദ പ്രേയർ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ. ഒരു വചനം നമ്മൾ ഒരു ദിവസം കേൾക്കണം, 2 നേരമെങ്കിലും കുറഞ്ഞത് പ്രാർത്ഥിക്കണം. ദാനിയേൽ 3 പ്രാവശ്യമാണ് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. നമുക്ക് അത്രയും സമയം കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാപരമായ ഒരു ജീവിതമാകുമ്പോൾ, ഞാൻ ഇന്ന് മഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ധ്യാനിച്ചും സേവിച്ചും മാനിച്ചും പോകയാൽ ക്ഷീണം എന്തെന്ന് ഞാൻ അറിയുകയില്ല. നമ്മുടെ ശരീരത്തിൽ ക്ഷീണാവസ്ഥയുണ്ട്, പക്ഷെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ ഈ ക്ഷീണം നമുക്ക് ക്ഷീണമായി തോന്നുകയില്ല. അതുകൊണ്ട് അത്ഭുതം അതിശയകരമായി ദൈവത്തിന്റെ കരങ്ങളിൽ സന്തോഷകരമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച പാത അത് നമ്മൾ പിന്തുടർന്ന് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഇടവരുത്തട്ടെ. എല്ലാ മേഖലകളിലും എന്റെ യേശു എന്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ന്യായശാസ്ത്രി യേശുക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ മറുപടി, ന്യായപ്രമാണത്തിൽ എന്ത് പറയുന്നു, അത് ന്യായപ്രമാണത്തിൽ ഇന്നതാ പറയുന്നത്, ഒക്കെ നീയും അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിലും വലുതായ ഒരു കൽപ്പനയും. ഇങ്ങനെ അനുസരിക്കുന്നവന് നിത്യജീവൻ. അങ്ങനെയാണ് പിന്നെ നല്ല ശമരിയക്കാരന്റെ ഉപമയൊക്കെ പറയുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒരു പൂർണ്ണം എന്ന് പറഞ്ഞ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. പൂർണ്ണം, ആശ്രയം ദൈവത്തിൽ മാത്രം. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ആശ്രയിക്കരുത്, നമ്മുടെ ജോലിയിൽ നമ്മൾ ആശ്രയിക്കരുത്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആശ്രയിക്കരുത്, കുഞ്ഞുങ്ങളിൽ ആശ്രയിക്കരുത്, മാതാപിതാക്കളിൽ ആശ്രയിക്കരുത്. ആശ്രയിക്കാൻ തക്കതായ പാറയായ ദൈവത്തിൽ മാത്രം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ തക്കോണം ദൈവം നേടുക. സച്ചിൻ, വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വണ്ടർഫുൾ മെസ്സേജ്. നമുക്ക് ഇനിയും മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വചനം കേൾക്കാം. ഞാൻ ഓർക്ക് പറഞ്ഞ യൂട്യൂബിൽ ഒരു 3 വയസ്സുകാരന്റെ പ്രസംഗം ഞാൻ കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ലിറ്ററലി ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു 3 വയസ്സുകാരൻ, ആ വ്യക്തി പ്രസംഗിച്ച പ്രസംഗം, അതും വെളിപാട് പുസ്തകത്തെ കുറിച്ച്.
അതും കാണാതെ ബൈബിൾ മാത്രം തുറന്നു വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രവചിക്കുവാനും ദൈവവചനം സംസാരിപ്പാനും ഒക്കെയുള്ള കൃപയുണ്ട്. ഒന്നിനെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. ഇനി എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. നോ, God has given talent, each person different talent. So we need to develop that talent. Whenever you get the time, you use it. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് അത് ഉപയോഗം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഒരു ചെറിയൊരു പാട്ടിന്റെ ഒരു ശകലം ഞാൻ പാടുന്നു. അതിനുശേഷം നമ്മുടെ പൂനെയിലെ ഉപ്പാപ്പന്റെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഇവിടെ അവസാനിക്കും. എന്നാൽ അതിനുശേഷവും നമുക്ക് കുറച്ച് സമയം എല്ലാവരും ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാനും സംസാരിക്കുവാനും ഒക്കെയുള്ള സമയമുണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഉപയോഗിക്കുക. എത്ര സമയം വേണമെങ്കിലും നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്ന മുതൽ ഈ സമയം വരെ ആയിരുന്നു. ആ സമയം വരെ വളരെ ക്ഷേമത്തോടെ ഇരുന്ന് വന്നു. ഈ പാട്ട് നിങ്ങൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് ആ പാട്ട് നിങ്ങൾ ഒന്ന് ഏറ്റുപാടുക. നിങ്ങൾ മ്യൂട്ടായിട്ട് തന്നെ ഇരിക്കുക, പക്ഷെ ആയിരിക്കുന്ന ഭവനങ്ങൾ ആ പാട്ട് ഏറ്റുപാടുക. ഇത് നമ്മുടെ അപ്പച്ചന്മാർ നമ്മെ പഠിപ്പിച്ച ഒരു പാട്ടാണ്, സന്ധ്യാസമയത്ത് പാടുന്ന പാട്ടാണ്. ഇത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മുടെ വടശ്ശേരിക്കരയിലെ അപ്പച്ചൻ, എറണാകുളത്തെ ഉപ്പാപ്പൻ, പപ്പ, ചന്ദനക്കാവിലെ അപ്പച്ചൻ, ഇത്രയും അപ്പച്ചന്മാര് പാടുന്നതാണ്. ഞാൻ അതുപോലെ തന്നെ പൂനെയിലെ ഉപ്പാപ്പൻ പാടുന്നതാണ്. അതുപോലെ നമ്മളിൽ നിന്ന് വിട്ടുപോയ കുഞ്ഞിഞ്ഞുമാമ, ഇവരൊക്കെ എപ്പോഴും പാടുന്ന ഒരു പാട്ട്. രാത്രി സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് നമ്മുടെ നെഞ്ചോട് നമുക്ക് ചേർത്ത് നമുക്ക് ഒന്ന് പാടാം. ഇന്നു പകലിലെന്നെ നന്നായാനുഗ്രഹിച്ച മന്നാവസ്തുതി നീനക്കും ചെയ്തിടുന്നേ. മന്നാവസ്തുതി നീനക്കും ചെയ്തിടുന്നേ. സർവശക്തിയുള്ള കീഴടിയാനേ, സർവനേരവും രാജനെ കാത്തുകൊള്ളുക. സർവനേരവും രാജനെ കാത്തുകൊള്ളുക. ഈ ദിവസം ഞാൻ ചെയ്ത ദോഷമാകവേ നിന്റെ പ്രീതിയേറും മകനേ, ഓർത്തു ക്ഷമിക്കുക പ്രീതിയേറും മകനേ, ഓർത്തു ക്ഷമിക്കാതെ മരണം നിർമ്മല ശയനം ദൈവമേ പഠിപ്പിക്ക സാദരം കാൺമാൻ. ദൈവമേ പഠിപ്പിക്കാം. കാഹളധ്വനി കേട്ടു വേഗം നിൻ മഹത്വത്തെ കാൺമാൻ ഞാൻ കൊതിക്കുന്നു. കരുണാവാരിതേ ദേവാ, കാൺമാൻ ഞാൻ കൊതിക്കുന്നു. കരുണാവാരിതേ ദേവാ, പകലിലെന്നെ നന്നായാനുഗ്രഹിച്ച
അനുഗ്രഹിച്ച മന്നാവസ്തുതി നീന എന്നേക്കും ചെയ്തിടുന്നേ. ഇത്രത്തോളം ഇന്ന് നമ്മളെ പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം നമ്മെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. സുഖത്തോടെ സന്തോഷത്തോടെ ഉറങ്ങുവാൻ തക്കോണം കർത്താവ് കൃപ നൽകട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും കർത്താവ് വിടുവിക്കട്ടെ. നാളെ രാവിലെ ഉണരുമ്പോൾ ദൈവത്തിന്റെ മുഖം ദർശിച്ച് എഴുന്നേൽപ്പാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ജോലികളിൽ ദൈവത്തോട് ചേർന്ന് നമുക്ക് പ്രവർത്തിപ്പാനും ഒരസുഖവും ഇല്ലാതെ ക്ഷേമത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ നല്ല ബലത്തോടെ പ്രശോഭിക്കുന്ന നല്ല മുഖത്തോടെ മറ്റുള്ളവരിലേക്ക് നമ്മളിപ്പോൾ ക്ലോസിംഗ് പ്രേയറിനായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പൂനെയിലെ ഉപ്പാപ്പൻ പ്രാർത്ഥിക്കും. ജോർജ് കുട്ടി ഉപ്പാപ്പൻ ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കും. ഞങ്ങളെ ആദിവാസി കർത്താവേടുങ്ങൾക്ക് കർത്താവ് നിന്റെ സന്നിധിയോട് അടുത്ത് വരുവാൻ കർത്താവേടുങ്ങൾക്ക് ഭൂമിയുടെ പല ഭാഗങ്ങളിലായിരുന്നു കർത്താവെ ഒന്നിച്ച് നിന്നെ സ്തുതിപ്പാൻ ചെയ്യുന്നു. കർത്താവെ കേരളത്തിൽ കർത്താവെ അതുപോലെ ബാംഗ്ലൂരിലും കൽക്കട്ടയിലും തിരുവനന്തപുരത്തും അങ്ങനെ വിവിധ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുബൈയിലും ഒക്കെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ നിന്റെ സന്നിധിയോട് അടുത്തു വരുവാൻ അവിടെ ഇടയാക്കിയല്ലോ. സ്തോത്രം. ദൈവമേ, അടിയങ്ങൾ ഒന്നിച്ചു കൂടുന്നത് എത്ര അനുഗ്രഹമാവുന്നുവെന്ന് അടിയങ്ങൾ കർത്താവെ തിരിച്ചറിയുവാനുള്ള കൃപ അടിയങ്ങൾക്ക് നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ദിവസവും നിന്റെ വൻകൃപകളാൽ അടിയങ്ങളെ അവിടുന്ന് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വചനം അടിയങ്ങൾക്ക് എപ്പോഴും പ്രകാശമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിന്റെ പ്രകാശത്തിന്റെ അടിയങ്ങൾ സഞ്ചരിക്കുമ്പോൾ കർത്താവ് അടിയങ്ങൾക്ക് അന്ധതയുടെ ഭീതിയെ നീ അകറ്റിത്തരുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പകർച്ച വ്യാധിയാൽ ലോകം മുഴുവനും കർത്താവ് ഭീതിയിൽ കഴിയുമ്പോൾ, പ്രയാസത്തിൽ കഴിയുമ്പോൾ കർത്താവെ ധരിക്കുന്ന വിടുതലിന് അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദേശത്തോട് കരുണ തോന്നണമേ, കർഷകരായിരിക്കും ജനത്തോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, തലവണങ്കിരിക്കുന്ന ആ അടിയങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, ഒന്നിച്ചു കൂടുവാൻ ആഗ്രഹിച്ചിട്ടും കർത്താവെ ലോകം ചെയ്യുവാൻ കഴിയാതെ പോയ ആരെങ്കിലും അവരെയും കരത്തിൽ തരുന്നു. കർത്താവെ, കർത്താവെ, ഓരോ താലന്തുകൾക്കായി അവയൊക്കെ നിന്റെ നാമത്തിനായിട്ട് വിനിയോഗിക്കപ്പെടുവാനാണ് പറഞ്ഞതിന്റെ പൈതലിനെയും കരുത്തിൽ തരുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഒക്കെയും ഭാവി അനുഗ്രഹിക്കുന്ന ദൈവം നീയാവുന്നു. അവിടെങ്ങളുടെ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവിടെ ഒക്കെയും എന്റെ ചെറുവന്മാരിൽ ഓരോരുത്തരെയും മറച്ചു കാക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലകളിൽ കർത്താവെ നല്ല ക്രിസ്തീയ സാക്ഷ്യം പുലർത്തിക്കൊണ്ട് പ്രവർത്തിപ്പാനുള്ള കൃപ നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകളെ കാണുന്നതിന്, അവരുടെ അനുഗ്രഹങ്ങളെ കാണുന്നതിന് അങ്ങനെ നിനക്ക് നന്ദിയും സ്തോത്രവും കരയറ്റുവാൻ തക്കൊണ്ട് അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് അടിയങ്ങളുടെ ആരോഗ്യം കർത്താവെ സകലം നിന്റെ ദാനമാകുന്നുവല്ലോ. എല്ലാവരെയും നീ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയൊക്കെയും കർത്താവെ നീ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധിയിൽ നിന്ന് ആരും തെറ്റിപ്പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് ആരുടെയും നിത്യജീവൻ നഷ്ടമാകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് ജീവിതത്തിൽ ക്രിസ്തുവിനെ നായകനായി സ്വീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവെ ജീവിതത്തിൽ മുന്നേറുവാൻ ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങളെ ഒക്കെയും കർത്താവെ നിന്നോട് ചേർന്ന് തരണം ചെയ്യുവാൻ ഉള്ള കൃപ ഏവർക്കും നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകമായിട്ട് ജീവിത പങ്കാളികൾക്കായി ആഗ്രഹിക്കുന്നതിന് മക്കളെ ഒക്കെയും കരുത്തിൽ തരുന്നു. കർത്താവെ, തക്കതായ ജീവിത പങ്കാളികളെ നൽകുവാനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ രോഗത്തിലും പ്രയാസങ്ങളിലും ഒക്കെ ഉള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ, അവരൊക്കെയും സമയത്തിൽ തരുന്നു. കർത്താവെ, കൃപയിൽ അവരെ സൗഖ്യമാക്കുന്ന കരം തൊട്ട് പരിപൂർണമായ സൗഖ്യം ആരോഗ്യവും നൽകുന്നു. കർത്താവെ, അടിയങ്ങളെ നിർഭയം വസിക്കുമാറാക്കുന്ന യഹോവയുടെ സാന്നിധ്യം അവിടുന്ന് നിറയ്ക്കണമേ. ഈ രാത്രി ഉറക്കത്തെ ഏവർക്കും നൽകണമെന്ന്
അനുഭവം കണ്ടുണരുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിൻ നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം ഓരോരുത്തരോടുകൂടെയും പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിൽ കൂടുതൽ നമ്മളായി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഒരു റിക്വസ്റ്റ് നമ്മുടെ കാതീട്ട് കുടുംബത്തിന്റെ അഭിമാനമായ അഡ്വക്കേറ്റ് മനോജ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സാധാരണ അത് സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് ഒരു ധൈര്യം പകരുന്ന ഒരു നല്ലൊരു സ്റ്റെപ്പാണ് ന്യൂട്ടൺസ് ലോ ഫേം എടുത്തിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിലും ഇവിടെ ലോക മാധ്യമങ്ങളിൽ വരെ ന്യൂട്ടൺസ് ലോ ഫേം വളരെ നല്ല ഭംഗിയായി അവരുടെ വാദം ശരിക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ പ്രയാസം നമ്മുടെ ഫാമിലിയിൽ നേരത്തെ നേരിട്ടിരുന്നു പോപ്പുലർ ഇൻവെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ അതിനെ ശക്തിയല്ല അതിന്റെ നിയമത്തിന്റെ സകല പരിരക്ഷകളും ഉപയോഗിച്ചുകൊണ്ട് അത് തിരിച്ചു പിടിക്കത്തക്ക രീതിയിൽ വളരെ ഭംഗിയായി മനോജിന്റെ കൂടെയുള്ള അഡ്വക്കേറ്റ്സും ശ്രമിക്കുന്നു. എല്ലാ മേഖലകളിലും നല്ല ഒരു പ്രാതിനിധ്യമാണ് നമ്മുടെ ഒരു സഹോദരൻ ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരല്പസമയം മനോജ് അതിന്റെ ഒരു ബ്രീഫ് പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മനോജ് പ്ലീസ്. സുഖമായിട്ടിരിക്കുന്നല്ലേ സച്ചിൻ? Thank you for your inspiring words. Thank you Manu. You still owe the credits in the first letters. First letters. ഞാൻ അവനെ അക്ഷരം പഠിപ്പിച്ചു. യെസ് ദൈവാനുഗ്രഹിക്കട്ടെ മോനെ. ബൈബിളിൽ നിന്ന് തന്നെ തുടങ്ങാം. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം. നിങ്ങളുടെ നിക്ഷേപം എവിടാ? പോപ്പുലറിലാണെങ്കിൽ പോപ്പുലർ നിങ്ങളുടെ ഹൃദയം. നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നൈമിഷികമാണ്. ലോട്ട് ഓഫ് തിങ്സ് ഫെയിൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മൾ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. ആരും ഫെയിൽ ആവത്തില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പീപ്പിൾ ഫെയിൽ, സിസ്റ്റംസ് ഫെയിൽ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഉള്ള ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യാശ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. എനിക്ക് പോപ്പുലറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ആർഗ്യുമെന്റ്സ് കേരള എല്ലാം ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. അതായത് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ഡൽഹിയിൽ തന്നെ ഇരുന്ന് എല്ലാ കേസുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കേരള ഹൈക്കോർട്ടിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ 4-5 ഡേറ്റ് ആയിട്ട് ഞാൻ കേരള ഹൈക്കോർട്ടിലുണ്ട്. കേരള ഹൈക്കോർട്ടിലെ ആർഗ്യുമെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആത്യന്തികമായിട്ട് അതിന്റെ നിയമവശങ്ങളൊക്കെ നടക്കുന്നു. ഇതിനകത്തുള്ളൊരു വലിയ എന്റെ കൂട്ടത്തിലുള്ള രാജേഷ് കുമാർ എന്ന് പറഞ്ഞ വക്കീല്, നമ്മുടെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഓർത്തോമക്കാരും CSIക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ ആയതുകൊണ്ട് പുള്ളിയും ഒരു വിശ്വാസിയായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു നായരാണ് അദ്ദേഹം. പക്ഷെ പുള്ളിയും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. പത്തനംതിട്ട കോടതിയിലൊക്കെ പോകുന്നതിന് മുമ്പേ അവിടെ അച്ഛന്മാരൊക്കെ ചെല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഞാനൊരു പകുതി ക്രിസ്ത്യാനിയായി എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അപ്പോ ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള പർപ്പസ് ഗോഡ്സ് നെയിം ടു ബി ഗ്ലോറിഫൈഡ്. ഇതിനകത്തുള്ള നിരാശ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ആശ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കുറേയധികം ആൾക്കാരുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആശ നശിച്ചതായിട്ടുള്ള മനുഷ്യർ. അവർക്കൊക്കെ ഒരു ആശ കൊടുക്കാനായിട്ട് നമ്മുടെ ലിറ്റിഗേഷനിലൂടെ സാധിച്ചു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ലിറ്റിഗേഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ ലൈവ്ലിഹുഡ്, ഇറ്റ് ഈസ് എ മിനിസ്ട്രി. അതായത് പീപ്പിൾ കം ടു അസ് ആഫ്റ്റർ ഹാവിംഗ് ലോസ്റ്റ് എവറിത്തിങ്.
Either they would have lost their families, they would have lost their money, they would have lost their job. Only people with losses come to us. ഒരിക്കലും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാർ ആരും ഞങ്ങളെ ആരും കാണാൻ പറ്റത്തില്ല. കാണാൻ വരുന്നവരെല്ലാം ദുഃഖിതരാണ്. One way or the other, they are all disappointment. So their disappointments, if we can take them and give them as an appointment with God, that is the best option. ഇതിനകത്ത് സൂയിസൈഡൽ ടെൻഡൻസീസ് ഉള്ളവരുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ പെട്ടവരല്ല, ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട 5 പേര് മരിച്ചു പല സ്ഥലങ്ങളിലായിട്ട്. ഹാർട്ട് അറ്റാക്ക്, സൂയിസൈഡ്, അങ്ങനെയൊക്കെ ആയിട്ട്. ഇതിലൊക്കെ നമുക്ക് വലിയൊരു ഒരു മിനിസ്ട്രി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട് എല്ലാവരോടും. ഒരു മെസ്സേജ് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ഇട്ട പോലെ, ഒരാള് സ്ട്രോക്ക് വന്ന് ഇഴുകോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രൂപ്പിൽ wrote to them, don't give hope, don't give up your hope, trust in God, we are doing our best. അതുകൊണ്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്, ഒരു സെക്യുലർ കമ്മ്യൂണിറ്റിയോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന് വളരെ കൃത്യമായിട്ട് അവരോട് പറയാനായിട്ട് സാധിക്കുന്നു. കേരളത്തിലോട്ടാണെങ്കിലും ഇവിടെ ശക്തമായിട്ട് ആർഗ്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്നലത്തെ പേപ്പറൊക്കെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു പോലീസിന്റെ ആക്ഷനും ഒക്കെ അഗേൻസ്റ്റ്. ഇന്ന് 5 SIക്ക് അഗേൻസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ഒക്കെ കൊടുത്തിരുന്നുള്ളൂ. പുല്ലൂർ SI കറക്റ്റ് ആയിട്ടുള്ള FIR ഒക്കെ ലോഞ്ച് ചെയ്തു ഇന്നലെ. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ നമ്മുടെ ഇതിനകത്ത് പലരും ഉണ്ട്, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടവര്. തിരിച്ചു പിടിക്കാമെന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ ഇന്നിപ്പോൾ പോപ്പുലർകാര് ആ ഗ്രൂപ്പിനെ ഒന്ന് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നുണ്ട്. ഒരു മെസ്സേജും വന്നൊരു കോളും വന്നു. ഇത് കഴിഞ്ഞ് സംസാരിക്കും. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ എത്രത്തോളം എന്നുള്ള രീതിയിൽ അവര് നമ്മളെ അല്ലാതെ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരുടെ സെറ്റിൽമെന്റിനെ കുറിച്ചുള്ള ഒരു സംസാരം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. For me, it's a very enriching experience to meet with people and give solution to their people in that process. ദൈവനാമം മഹത്വപ്പെടാനായിട്ട് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഈ ഇൻഫ്ലുവൻസ് ഓഫ് മണി, ഇൻഫ്ലുവൻസ് ഓഫ് പവർ, ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ സത്യം കൈവിടാതെയും നീതി കൈമോശം വരാതെയും നിലനിൽക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. സോ പ്രേ ദാറ്റ് we will be able to render justice, upholding truth. ഇതൊരു സിൻസിയർ ആയിട്ടുള്ള പ്രെയർ ആയിരിക്കണം. ആ പ്രെയർ പ്രതീക്ഷിക്കുന്നു. പൈസ നഷ്ടപ്പെട്ട ആരും നിരാശപ്പെടേണ്ട, ദൈവം വഴി ഒരുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നമുക്ക് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മനോജ് ഫോർ ദി അപ്ഡേറ്റ്സ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രത്യേക ഒരു കാര്യം ഓർത്തത്. ഈ ഗ്രൂപ്പിനകത്ത് ഒരു AK ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഓണർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം എന്നാണ്. അപ്പൊ ഒരിക്കലും ഈ TK രാജേഷ് അദ്ദേഹം ആണെന്ന് വിചാരിച്ചു എന്നെ വിളിച്ചു. കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പം ആണ് മനസ്സിലായത് ഞാന് ഒരു ബിൽഡേഴ്സിന്റെ ആളല്ല എന്നുള്ളത് മനസ്സിലായത്. പക്ഷെ അദ്ദേഹം പിന്നെ സംസാരം നിർത്തിയില്ല. കാരണം ഏതാണ്ട് ഒരു 45 മിനിറ്റ്സ് വരെ ഇന്ത്യൻ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് അറൌണ്ട് 45 മിനിറ്റ്സ് വരെ സംസാരിച്ചു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ പറഞ്ഞു, ഈ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴെല്ലാം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇഫ് യു ആർ ടോട്ടലി ബിലീവ് ഇൻ ഗോഡ്, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്, ജീസസ് വിൽ നോട്ട് ലീവ് എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു ബിന്ദുവും ഇടയ്ക്ക് എന്നോട് സംസാരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഓരോ കേസിന് പോകുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇടയ്ക്ക് പ്രത്യേകിച്ച് പത്തനംതിട്ട കോടതിയിലേക്ക് പോകുന്ന സമയത്ത്, കാരണം ഭീഷണിയൊക്കെ ഉണ്ട് ഇവർക്ക്, ആ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാനത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരുപക്ഷെ നമ്മുടെ പൈസ ചിലപ്പോൾ എല്ലാം കൂടെ ചേർത്ത് 1 കോടിയോ 1.5 കോടിയോ അറിയും. അത് മനോജിന് മാത്രമേ അറിയത്തുള്ളൂ എത്രയാണെന്നുള്ളത്, നമുക്കാർക്കും അറിയത്തില്ലല്ലോ. അത്രയും ഒരു എമൗണ്ടിന്റെ ഒരു ചെറിയൊരു നഷ്ടം നമുക്ക് ഉണ്ടായാൽ പോലും അവിടെ യേശുക്രിസ്തു ഉയർന്നു എന്ന് കാണുമ്പോൾ, യേശുക്രിസ്തു ഉയർത്താൻ പറ്റുമെന്ന് കാണുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു മനോജ് ഏതൊരു കേസ് പറഞ്ഞാലും അവിടെ ഒരു യേശുക്രിസ്തു എപ്പോഴും ഉണ്ടാകും. ജീവിതത്തിൽ യേശുക്രിസ്തു ഇല്ലാതെ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് അതൊരു വലിയൊരു ഈ ഒരു ഗ്രൂപ്പ് തന്നെ ഒരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് മാറി. ഞാൻ വിചാരിക്കുന്നു ഈ കേസ് തീർന്ന് എല്ലാവർക്കും പൈസ കിട്ടിയാലും ഈ ഗ്രൂപ്പ് ഡിസോൾവ് ചെയ്യത്തില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.
ഇപ്പോൾ നമുക്ക് കുറച്ച് ആളുകളുണ്ടല്ലോ, നമുക്ക് ഒന്ന് അവരവരുടെ സാക്ഷ്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണുന്ന ആദ്യം തൊട്ടുള്ള വ്യക്തികളെയാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യച്ചായനാണ് ആദ്യമായിട്ട്. ക്രിസ്ത്യച്ചായൻ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വളരെ സന്തോഷമുണ്ട്. നല്ല മീറ്റിംഗ് ആണ് ഇന്നത്തേത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരെയും കാണാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും കാണാം. അടുത്ത ആളുണ്ട്. ഓക്കെ, കണ്ടില്ല. അങ്ങനെ ഒരു ജിജി ജോയിൻ ചെയ്തില്ലേ? ജിജിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല ഇന്ന്. അവർക്ക് അതുപോലെ പലരും ഉണ്ട്, പലർക്കും ഇന്ന് സാധിച്ചില്ല. പലവിധമായിട്ടുള്ള തിരക്കുകളായതുകൊണ്ടാണ് അവർക്ക് വരാൻ സാധിക്കാതെ പോയത്. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഉപ്പാപ്പനാണ്, പൂനെയിലെ ഉപ്പാപ്പൻ. സുസമാമയെ സുഖമായിട്ടിരിക്കുന്നു. എന്താണ് ഉപ്പാപ്പ സുസമാമ പറയാനുള്ളത്? എല്ലാവരെയും കാണാൻ സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങള് മനോജും എബിയും പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പണമല്ല എല്ലാത്തിനും ഉള്ള ഒരു എന്തോ പറയുന്ന ഒരു സൊല്യൂഷൻ. നമ്മുടെ പണമൊക്കെ നഷ്ടപ്പെടുക, അത് നഷ്ടമൊക്കെ ലാഭമാക്കി തീർക്കുന്ന ക്രിസ്തുവാണ് നമുക്കുള്ളത്. അപ്പം അഡ്വക്കേറ്റ് നായരായ ഒരു അഡ്വക്കേറ്റ് യേശുക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പണം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. കാരണം അതിന്റെ ഫലം ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. വിശേഷ വേലയാണല്ലോ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ജോലി. യേശുക്രിസ്തു പറഞ്ഞത് തന്നെ ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷിയാകാനേ പറഞ്ഞിട്ടുള്ളൂ. വലിയ വലിയ പള്ളികൾ പണിയാനും വലിയ വലിയ സ്കൂളുകളും കോളേജുകളും പണിയാനൊന്നും അല്ല പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മുടെ ജോലിയിൽ കൂടെ ഒരു സുവിശേഷയുടെ ഭാഗമായിട്ട് അത് തീരുമ്പോൾ അതാണ് ഏറ്റവും അനുഗ്രഹം. ദൈവം അങ്ങനെ എല്ലാവരെ അനുഗ്രഹിക്കട്ടെ എന്ന് കാണും. താങ്ക് യു ഉപ്പാപ്പ. ഉപ്പാപ്പനോട് സംസാരിച്ചപ്പോൾ ഉപ്പാപ്പൻ പറഞ്ഞൊരു വേർഡ് ഞാൻ ഓർക്കുകയായിരുന്നു. അതായത് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് സുവിശേഷ തൽപര കുടുംബം. അതായത് നമ്മുടെ ജീവിതത്തോടൊപ്പം സുവിശേഷം കൂടെ കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബം. അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഭാഗമായി നമുക്ക് തീരുവാൻ തക്കവണ്ണം ആയിത്തീർന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഒരു സുവിശേഷകനാണ്. ആ രീതിയിലാണ് ദൈവം നമ്മെ വാർത്തെടുത്തിരിക്കുന്നത്. അതിനായി ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ജോർജ് ടിപ്പാപ്പനിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണ് ഞങ്ങളുടെ സച്ചിന്റെ പ്രസംഗം. എന്നെ ഭയങ്കരമായിട്ട് തന്നെ, കാരണം അവൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ മോന് കണ്ടിരിക്കുന്ന കുഞ്ഞാണ്. അവൻ ഇത്രയും നല്ലൊരു മെസ്സേജ് അവൻ്റെ ജീവിതത്തിൽ ഈ പ്രായത്തിൽ അവന് പറയാൻ ദൈവം കൃപ തടുത്തല്ലോ. ഇന്നത്തെ ലോകത്ത് യൗവനക്കാർ ഏതെല്ലാം വിധത്തിൽ ജീവിക്കുന്നു. ഇപ്പൊ കുടുംബമൊക്കെ ദൈവത്തെ അറിയുന്നാന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാൻ അല്പസമയം മതി. അവനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ഇത്ര നല്ലൊരു സാക്ഷ്യമായി തീർന്നു. ഞാൻ എന്നും കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് അവന് ദൈവമുള്ള ഒരു പൈതലിനെ, ഒരു പെൺകുത്തിനെ കൊടുക്കണമെന്ന്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും സന്തോഷമായി രവിയെ ദൈവം ഇത്രത്തോളം എടുത്ത് ഉപയോഗിക്കുന്നതിന് ദൈവത്തിന് 10,000 സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിന് അതൊരു അനുഗ്രഹമായി തീരുന്നു, ഐശ്വര്യമായി തീരുന്നു. അതിന് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കൊച്ചമ്മമാരെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കുന്നു. പിന്നെ സച്ചിന്റെ കാര്യം പറയുമ്പോഴേ, അവൻ ജനിക്കും മുമ്പേ അവൻ ജനിക്കാൻ വേണ്ടി മറൈൻഡ്രൈവിൽ പോയി വെയിലത്ത് മുട്ടുകുത്തിയതാ മനോജ്. പിന്നെ അവൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഞങ്ങൾക്കൊരു കണ്ണിലുണ്ടി. അവന് ഇതുപോലൊരു അവരുടെ പ്രസംഗം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം കേൾക്കുന്നത്. പണ്ട് ചെറുപ്പത്തിൽ
കേട്ടു, പിന്നെ പലയിടത്തും പ്രസംഗിക്കുന്നെന്നും കേട്ടു. പക്ഷെ ഇന്നാണ് നേരിട്ട് കാണാനത്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ വിധത്തിലും. പ്രാർത്ഥിക്കും. അത് പറയുമ്പോഴാണ് ഞാൻ പണ്ടുള്ള ഒരു പഴയ കാര്യം ഓർക്കുന്നത്. ഈ നമ്മുടെ സൈച്ചാന്റെയും സെലിമാമയുടെയും കല്യാണത്തിന് ഒരു മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മനോജ്. ഇതിന്റെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയം മുതൽ നമ്മുടെ വീട്ടിലൊക്കെ ഞാനിതിപ്പോ ഓർക്കുന്നു. പിന്നീട് സച്ചിന്റെ ജനന കുറച്ച് താമസമായിരുന്നു. ഈ പ്രാർത്ഥന പോലെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ് സച്ചിൻ. അതുകൊണ്ട് താമസിക്കുന്നത് ദൈവം നല്ലത് തരുന്നതിന് വേണ്ടിയാണ് താമസിക്കുന്നത്. അത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മുടെ അടുത്തത് സാംചാനിലേക്ക് കിടക്കുകയാണ്. എന്താണ് സാംചാന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സാംചാൻ മ്യൂട്ടാണ്, അത് ഓൺ ചെയ്തിട്ട് പറയുക. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. എല്ലാവരെയും കാണുവാൻ തൊക്കെ റെഡിയാക്കി തീർത്തു. അതിന് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും കാണുവാനും പാട്ടുകൾ കേൾക്കുവാനും, അതുപോലെ തന്നെ സച്ചിന്റെ പ്രസംഗം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സച്ചിനെ ദൈവം എത്രത്തോളം എടുത്ത് ഉപയോഗിച്ചിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രക്കാവില് പ്രാർത്ഥനയ്ക്കൊക്കെ സാക്ഷ്യം പറയാറുണ്ട്. പക്ഷെ പ്രസംഗം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചന്ദ്രകലാപ്പത്തിന് നല്ല ഓർമ്മകളൊക്കെ വളരെ കണ്ണീരോടൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗം കൂടിയാക്കി ദൈവം സച്ചിനെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കുടുംബ ജീവിതത്തിലെ പ്രവേശിക്കുവാന്നൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും കാണുവാനും പ്രായമുള്ള പാപ്പിനെയൊക്കെ മറ്റെത്രയോ കിലോമീറ്റർ യാത്ര ചെയ്താൽ കാണേണ്ടി, പക്ഷെ ഇപ്പൊ അടുത്ത് കാണുവാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം ഒതുക്കിയല്ലോ. പൂനെയിലുള്ള പാപ്പിനെയും എല്ലാവരെയും, അതിന്റെ മനോജിനെയും മഞ്ജുവിനെയും ഒക്കെ കാണുവാൻ തക്ക റെഡിയാക്കി തീർത്തു. ക്രിസ്റ്റിച്ചായനെ കാണുവാൻ തക്ക റെഡിയാക്കി തീർത്തു. എല്ലാവരെയും കാണുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ശരിമാമ ഇടയ്ക്ക് ഇവിടെ വരുമ്പോ കാണാറുണ്ട്. എങ്കിലും ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങനെയെങ്കിലും കാണുവാൻ തക്കൊണ്ട് ദൈവം റെഡിയാക്കി തീർന്നല്ലോ. അതിന് ജയൻ അവരെയും കാണുവാൻ തക്കൊണ്ട് റെഡിയാക്കി തീർന്നു. പിന്നെ നമ്മുടെ ഈ പ്രാർത്ഥന ശക്തമായി പോകുവാനും നമുക്ക് അന്യോന്യം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം സഹായിക്കട്ടെ. എല്ലാത്തിനും ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ മഞ്ജു ആണ് അടുത്തത്. ഇത് നമ്മുടെ എറണാകുളത്തെ ഉപ്പാപ്പന്റെ ഇളയ മകൾ, അഡ്വക്കേറ്റ് ആണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം അഡ്വക്കേറ്റ്സിനെ പഠിപ്പിച്ച് അഡ്വക്കേറ്റ്സ് ആക്കി മാറ്റുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കോട്ടയത്താണ് അവർ താമസിക്കുന്നത്. മഞ്ജു, ഇനി മഞ്ജുവിലേക്ക്. ഇപ്പോ സമയം ഇവിടെ 10 മണിയായി. അപ്പൊ ഗുഡ് നൈറ്റ് ആണ് പറയേണ്ടത്. ഗുഡ് ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, ഗുഡ് നൈറ്റ് പറയേണ്ടത്. അപ്പൊ എല്ലാരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പം ആദ്യം തന്നെ എന്നാ പറയണ്ടേ, നമ്മുടെ സച്ചൻ ഹൈലൈറ്റ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് എക്സാം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്ത് സച്ചിൻ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. സച്ചിൻ വീട്ടിൽ വരും, മഞ്ജു ആന്റി നമുക്ക് കളിക്കാം എന്നും പറഞ്ഞു. അന്ന് ഞാനും സച്ചിനും കൂടെ, ഞാൻ LLBക്ക് പഠിക്കാം, അവൻ LKG അങ്ങനെ അങ്ങോട്ട് പ്രായം. ഞങ്ങള് കട്ടന്റെ പുറകെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും, ഭയങ്കര കളിയാ. അപ്പൊ എന്നോട് എഴുതാൻ പറഞ്ഞു, അന്ന് കണ്ട സച്ചിനൊന്നും അല്ല, ഇപ്പൊ വലിയ ബെടാ പുലിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് ഊഹിക്കാം വലിയ പുലിയായെന്ന്. അപ്പൊ മോനെ, അപ്പൊ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ സൈറ്റാനോടും സെൽമാമയോടും പറഞ്ഞ കൊച്ചിന്റെ തലയിലെ മുടിയൊക്കെ പോയി തുടങ്ങി. സ്പീഡ് എല്ലാം സ്പീഡ് ചെയ്യണം, അവന്റെ മുടി ഒഴിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഞാനത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ മോന്റെ പ്രസംഗം നന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നാള് പറഞ്ഞ പോലെ നീ നന്നായിട്ട് ഉറങ്ങിക്കോ, ദൈവം നിനക്ക് തന്നിരിക്കും. ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഹാപ്പി. ഞങ്ങൾ നോക്കിയിരിക്കുക. ഈ കൊറോണ കഴിഞ്ഞിട്ട് മതി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വലിയ പാടാ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എളുപ്പം കൊറോണ മാറിയിട്ട് നമുക്ക് സച്ചിൻ മോന്റെ അങ്ങോട്ട് ഇനാഗ്രേഷൻ തുടങ്ങണം. പിന്നെ നമ്മുടെ ക്രിസ്റ്റീന ആൻഡ് ഗ്രൂപ്പിന്റെ, ക്രിസ്റ്റീനയും കാരളും മോന്റെയും പാട്ടും വർഷിപ്പും, ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ.
നല്ലതാണ്. അപ്പൊ എബിച്ചാൻ എന്നോട് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, അത് എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സ് ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ഐ എം വെരി യങ്. ബിക്കോസ് എനിക്ക് അറിയത്തില്ല, ഞാൻ എപ്പോഴും മൈ ലൈഫ് ഇസ് ഓൾവേസ് വിത്ത് ദ യങ്സ്റ്റേഴ്സ്. ഞാൻ എന്നും കോളേജിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്റെ കോളേജിലെ സ്റ്റുഡൻസ് ബിറ്റ്വീൻ 18 to 25 years ഉള്ള ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിനോട് എന്റെ ലൈഫ് മെജോറിറ്റി ഓഫ് മൈ ടൈം. സോ ഐ മൈസെൽഫ് ഫീൽ ദാറ്റ് ഐ എം വെരി യങ്. എനിക്ക് ഇതുവരെ ഞാൻ പ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നോട് പറഞ്ഞു നമ്മളൊക്കെ മാറി ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് വഴി കൊടുക്കുകയെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര സമ്മതിക്കാൻ അത്ര എളുപ്പമല്ല, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നോ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ റിയാലിറ്റി ആയിട്ട് എനിക്കും തോന്നുന്നു നിങ്ങളൊക്കെ വളർന്ന് വലുതായി, നമ്മളൊക്കെ ഇനിയും പതുക്കെ സീറ്റ് മാറി തരണം എന്നുള്ളത് എനിക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വന്ന് നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നതിൽ വളരെ സന്തോഷം. അപ്പൊ എല്ലാരെയും കാണാൻ പറ്റി. നമ്മുടെ ഉപ്പാപ്പനെയും ആന്റിയെയും, ഉപ്പാപ്പനെ കണ്ടപ്പം എനിക്ക് തോന്നിയൊരു ഇതാട്ടോ, ഇപ്പോഴും കുറെ നാളും കൊണ്ട് കാണുന്നേ അദ്വാനിയുടെ ഒരു ലുക്ക് തോന്നി എനിക്ക്. ആ മീശ ആ ഒരു മൊട്ടത്തലയും കൂടെ കണ്ടപ്പം കറക്റ്റ് ആ ഒരു. ഉപ്പാപ്പനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു അദ്വാനിയുടെ ലുക്ക് ഉണ്ടെന്ന്? ഇല്ല, ഇതിപ്പോ ആദ്യമായിട്ട് അന്നചാണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാരും നോക്കിക്കേ. എനിക്ക് ചെറിയ ലുക്ക് ഇല്ലേ അദ്വാനി, LK അദ്വാനിയുടെ ലുക്ക് ഉണ്ട്. കാരണം LK അദ്വാനി കഴിഞ്ഞ ദിവസം ഫോട്ടോ ഉണ്ടായിരുന്നില്ല, ഞാൻ പെട്ടെന്ന് നമ്മുടെ ഉപ്പാപ്പന്റെ കട്ടുണ്ട് തോന്നി. അപ്പൊ അങ്ങനെ എല്ലാരെയും കാണാൻ പറ്റിയല്ലോ. അഡ്വാണിയോട് കാണിച്ച പോലെ കാണിക്കാതിരുന്നാ മതി, കരിയാപ്പല പോലെ എടുത്ത് മാറ്റി വെക്കരുത്. അതൊന്നും അതില്ല. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്നുള്ള ക്രിസ്ത്യാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങളുടെ മോളൊക്കെ ഉണ്ടായിരുന്നു. അഞ്ച് 2-3 പേരുണ്ട്, അത്ര പരിചയം ഇല്ലാത്തവര്. എന്നാൽ എല്ലാരെയും നമുക്ക് ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയാൽ വളരെ സന്തോഷം. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാതേട്ട് ഫാമിലിയുടെ ക്യാപ്റ്റനായിട്ടിരിക്കുന്ന നമ്മുടെ മിസ്റ്റർ കാതേട്ടിന് സല്യൂട്ട് ടു യു ഫോർ ടേക്കിംഗ് ഓൾ ദി ഇനീഷ്യേറ്റീവ് ഫോർ ഡൂയിങ് ദി സൂം മീറ്റിംഗ്, ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ. പിന്നെ ഈ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണമെന്നുള്ളതാണ് പ്രശ്നം. ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഞാൻ വളരെ സന്തോഷം. എല്ലാരെയും ദൈവം എല്ലാ ആയിരം സ്ഥലങ്ങളിൽ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് മഞ്ജു. നമ്മള് മാസത്തിൽ ഒരിക്കലാണ് കൂടുന്നത്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലുമാണ് കൂടാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും കൂടുന്നത്. അത് നമ്മളൊരു മുടക്കം കൂടാതെ തന്നെ അത് മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ശോഭ ആന്റി നമ്മുടെ കൂടെ ഉണ്ടോ? Where is Ammachi? Manu? Yes. Ammachi is 1 second. She's coming. ഹലോ, സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സുഖമായിരിക്കുന്നു. ഓക്കെ, പെൻഷനൊക്കെ ആയല്ലേ? പെൻഷൻ ആയല്ലോ അല്ലേ? ടെൻഷനുണ്ട്, ഇച്ചിരി ടെൻഷനുണ്ട്. ടെൻഷൻ എന്ന് പറഞ്ഞ മോള് തരുന്ന ടെൻഷനാണോ? അത്യാവശ്യം ടെൻഷൻ വേണമല്ലോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിംഗിൽ കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ. അടുത്ത പ്രാവശ്യം മോനെ, അടുത്ത പ്രാവശ്യത്തെ മീറ്റിംഗില് അത് എല്ലാവരെയും കാണത്തക്ക രീതിയിൽ ഫോക്കസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത നവംബർ മാസത്തിലെ സെക്കൻഡ് സാറ്റർഡേ I request you to sing a song. Joshua, come and sing. Yes, he's coming here. Yes. To sing a song. Hi Joshua, next prayer meeting will be second Saturday of November. Sing a song. Sing A song, or you can actually play with. You can sing. Okay, sure. അടുത്ത നമ്മുടെ മീറ്റിംഗിന് നമുക്ക് നമ്മുടെ ജോഷുവയുടെ, ഇസ്രായേലിന്റെ രണ്ടാമത്തെ നേതാവായ ജോഷുവയുടെ നാമത്തിൽ പിറന്ന ജോഷുവായി നമുക്ക് അനുഗ്രഹീതമായ ഒരു പാട്ട് നമുക്ക് നാളെ കേൾക്കാം. അടുത്തതായിട്ട് നമ്മുടെ ജയൻ കഥയിട്ട്. ഹായ്. വളരെ സന്തോഷം. അപ്പാപ്പന്മാരെയും എല്ലാരെയും കാണാൻ ഈ മീറ്റിംഗില് അറ്റൻഡ് ചെയ്യാൻ ഇടയായതിൽ വളരെ സന്തോഷം.
മീറ്റിംഗ് വളരെ നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ ക്രിസ്റ്റീന ഗ്രൂപ്പിന്റെ പാട്ട് വളരെ വർഷിപ്പ് വളരെ നല്ലതായിരുന്നു. പിന്നെ പ്രസംഗം വളരെ നല്ല പ്രസംഗമായിരുന്നു. പിന്നെ ഒരു കൊച്ചു മോള് പാടിയല്ലോ, നല്ല പാട്ടായിരുന്നു. എല്ലാ മീറ്റിങ്ങും എല്ലാ പ്രോഗ്രാമും വളരെ നല്ലതും അനുഗ്രഹമായിരുന്നു. പിന്നെ മഞ്ജുവിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളെ കിഡ്സ് പാലസിൽ എൻ്റെ അടുത്ത് താമസിച്ചപ്പോ അവിടെ വന്നിട്ടുണ്ട്. ജയനം എന്നാ എൻ്റെ പേര്. ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. മനസ്സിലായി. മഞ്ജുവിന് ഇപ്പോഴ് യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികളെ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ. അന്ന് ഒരു ദിവസം അവിടെ വന്ന് ഞാനും രാജായും കൂടെ വന്ന് ഒരു ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട് വീട്ടിൽ. ഇന്നിങ്ങനെ എനിക്ക് തോന്നുന്നു 86 മറ്റോ 86 87 അതാണ്. എവിടെ? ബോംബെയിലാണോ? ഞാനിപ്പോ അബുദാബിയിലാ. ആന്റി ജോർജ് കുട്ടിച്ചാനെ ആന്റി ഓർക്കുന്നുണ്ട്. കണ്ടപ്പോഴേ മനസ്സിലായി. ഇവിടെ സുഖമായിരിക്കുന്നു. എല്ലാരെയും കാണാൻ സാധിച്ചു, വളരെ സന്തോഷം. കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത മാസം വീണ്ടും കാണാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ കൂടെയുള്ള ക്രിസ്റ്റിച്ചായന്റെ മകളാണല്ലോ അനു. ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നതിലുള്ള വളരെ സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുവിനെ കുറിച്ച് ഒന്ന് പറയാമോ? മ്യൂട്ടാണ് കേട്ടോ, അതൊന്ന് ഓൺ ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാംഗ്ലൂരിലാണ്. അനുന്ന് പേര്. ഹസ്ബൻഡ് ബിനു. ഇപ്പം ഓഫീസിൽ നിന്ന് ജസ്റ്റ് ഇപ്പൊ അങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ പുള്ളി. പിള്ളേർ 2 പിള്ളേര്. മൂത്ത ആള് 10ാം ക്ലാസ്സില്, ഇളയാള് 6ാം ക്ലാസ്സില്. ഞാൻ പഠിപ്പിക്കുന്നു, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയില് പഠിപ്പിക്കുന്നു. ഇവിടെ ബാംഗ്ലൂരിലായിട്ട് 2011 ബാംഗ്ലൂർ വന്നാണ്. അപ്പം കുറച്ച് എല്ലാരെയും കാണാൻ ഒത്തിരി സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം പപ്പ ഇങ്ങനെ പറഞ്ഞു, പപ്പ ഇതിന്റെ ലിങ്ക് ഒക്കെ ഇട്ടിരുന്നു യൂട്യൂബ് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇട്ടിരുന്നു. അപ്പം അപ്പോഴേ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം ഒക്കുമെങ്കിൽ വരാൻ പറ്റണം, എല്ലാരെയും ഒന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഇതിൽ കൂടെയല്ലേ പറ്റത്തുള്ളൂ, ഇപ്പോഴെങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ വളരെ സന്തോഷം എല്ലാവർക്കും. സച്ചിനും മേബിളിനും ക്രിസ്റ്റീന ആൻഡ് ഹർ സിസ്റ്റർ ആൻഡ് ബ്രദർ എല്ലാവർക്കും a big hats off to all of you for being torch bearers of the Kadete family. So very very happy to be here. എബിച്ചായന് താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് ദിസ്. കുറച്ചു പേരെയൊക്കെ എനിക്കറിയാം. അഞ്ചലിലെ അപ്പച്ചന്മാരും വടശ്ശേരിക്കര അപ്പച്ചന്മാരും ഒക്കെയാണ് എന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. എന്റെ മമ്മി വീട്ടിലില്ലാത്തപ്പോഴായിരുന്നു ഇവരെല്ലാരും ട്രിവാൻഡ്രത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ പ്രാർത്ഥന മാത്രമല്ല, ഇവര് കാരണമാണ് ഞാനൊന്ന് കുക്കിംഗ് തുടങ്ങിയത്. അപ്പൊ വളരെ വളരെ സന്തോഷം എല്ലാരെയും കാണാൻ ഒത്തതില്. അടുത്ത പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും കാണാം. താങ്ക് യു അനു. അനു ഇത് പറഞ്ഞപ്പോഴേ ഞാൻ വേറെ കാര്യം ഓർത്തത്, ഈ കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരിക്കല് നമ്മുടെ വടശ്ശേരിക്കലിലെ അപ്പച്ചനും സൈച്ചാനും കൂടെ സൈച്ചാന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ വേണ്ടി കോഴഞ്ചേരി ഒരു ഭവനത്തിൽ പോയി. അപ്പം ഭവനത്തിൽ പോയപ്പോൾ ആ പെൺകുട്ടിക്ക് പനിയായിട്ട് കിടപ്പാണ്, കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ അപ്പച്ചൻ ഒരു കൂട്ട് പറഞ്ഞു കൊടുത്തു, അത് ഒരു കഷായം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ അവിടെ വെച്ചൊരു കഷായം ഉണ്ടാക്കി കുടിപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ അപ്പച്ചന്മാരൊന്നും അങ്ങനെ കുക്കിങ്ങിലും ബിരുദ തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ അപ്പച്ചന്മാരെക്കാളും നല്ല ഭംഗിയായിട്ട് ഈ അമ്മച്ചിമാര് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അപ്പച്ചന്മാർ അങ്ങനെ അടുക്കളയിൽ കയറാത്തത് എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു അനു ഫോർ ദ ഗുഡ് വേർഡ്സ്. ഞങ്ങള് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് യൂട്യൂബിൽ നമ്മുടെ ഫാമിലി മീറ്റിംഗിന്റെ അതിനകത്ത് ഇടുന്നതാണ്. തീർച്ചയായിട്ടും അതിന്റെ ഗ്രൂപ്പിലിടും. ക്രിസ്ത്യാൻ മകനെ കിട്ടും. അനുവിന്റെ നമ്പർ തരികയാണെങ്കിൽ അനുവിനെ കൂടെ
ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. സച്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ സൈച്ചാന്റെ മോനാണോ? സച്ചിൻ എന്ന് പറയുന്നതും സൈച്ചാന്റെ മോനാണ്, പക്ഷെ നമ്മുടെ സെലിമാമ സൈച്ചാന്റെ മകനാണ്. അതായത് നമ്മുടെ ഇതാണ് സൈച്ചാൻ, മലയാളിയൻ സൈച്ചാൻ, സെലിമാമ. അദ്ദേഹത്തിന്റെ അവരുടെ ആദ്യത്തെ മകനാണ്. ഓക്കെ, ഏതായാലും സ്പോട്ട്ലൈറ്റ് ചെയ്തല്ലോ. ഇനി അളിയനും സെലിമാമയ്ക്കും സംസാരിക്കാം. ഷേബയും അടുത്തുണ്ടെങ്കിൽ ഷേബയും. സൈച്ചാ പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. എന്റെ കുഞ്ഞളിയനാണ്, എന്നെ വലിയളിയാന്നാ വിളിക്കുന്നത്, എബി. ഇത്രയും നന്നായി ഇത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തു, എല്ലാരെയും കാണാനും അതിലുപരി എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് വന്ന് സംസാരിക്കാനും പിന്നെ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനും നമുക്കൊരു ആത്മീയ സന്തോഷം അനുഭവിക്കാനും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത് അത് കോർഡിനേറ്റ് ചെയ്ത എന്റെ കുഞ്ഞളിയനോട് എബിയോടുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരെയും കാണാൻ പറ്റി. പരിചയമില്ലാത്ത പല മുഖങ്ങളുണ്ട്, അതൊക്കെ ഇപ്പൊ പരിചയമായി. അതിനുള്ള സാഹചര്യമൊക്കെ വന്നതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അവർക്ക് കിട്ടിയ പാരമ്പര്യം അവർക്ക് കിട്ടിയിരിക്കുന്ന ചെറുപ്രായത്തിലെ ദൈവത്തെ വളരുവാനുള്ള സാഹചര്യം അവർക്കുണ്ടായി ാണെന്നത് കണ്ടത്. ക്രിസ്റ്റീന, കാരോൾ, അബിൻ അവർ നന്നായിട്ട് പാടി. സച്ചുമോൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. തമ്മിൽ തന്നെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, സബ്ജക്റ്റും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രൈസിസിൽ കൂടി ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ഒരു ആഹ്വാനം കുഞ്ഞ് തന്നു. ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വയലിന് വേണ്ടി ഉണ്ടാകണം. മഞ്ജുവിനോട് ഒരു പ്രത്യേക വാക്ക് തലമുടി പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുമെന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ മഞ്ജു. തലമുടിയും കുറയുന്നു, അതുപോലെ തന്നെ താടിയും വളർത്തുന്നു. എന്നിട്ട് അതെ, നമ്മുടെ അഭിമാനമായ മനോജ് നല്ലൊരു ആഹ്വാനം തന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ള ദൈവവചനത്തിന്റെ ഒരു പൂർത്തീകരണം മനസ്സിൽ കൂടി നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ, രാജേഷ് ഒരു പകുതി ക്രിസ്ത്യാനി അല്ല, മുക്കാൽ ക്രിസ്ത്യാനി ആയിട്ടുണ്ട്. ഇപ്പോ മിക്കവാറും ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ പറയും. അപ്പൊ അത് ദൈവവചനത്തിൽ രാജേഷിന്റെ ഇപ്പോഴത്തുള്ള സംസാരം കേട്ട് കഴിഞ്ഞാല് നമ്മുടെ ഒരു കൺവെൻഷൻ പ്രസംഗം സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഞാൻ ഇനി നമ്മുടെ ജെനിയിലേക്ക് കിടക്കുകയാണ്. ജെനിക്കാണെങ്കിൽ മേബിൾ മോള് നന്നായിട്ട് പാടി. മേബിൾ മോളുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നുണ്ട്. ബൈബിൾ റീഡിംഗ് എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ തലമുറ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ജെനിക്ക് എന്താണ് പറയാനുള്ളത്? ജെനി ഒന്ന് പറയൂ. I am perfectly okay. Thank you Lord. ജെനി ഇപ്പോൾ പറഞ്ഞോളൂ. കോഴഞ്ചേരിക്ക് അങ്കിളോട് പറഞ്ഞില്ലേ എനിക്ക് നടുവേദനയാണ്, നീരൊക്കെയാണ്, കയറി കൊള്ളുവെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഞാൻ ഇപ്പം നല്ല ഓക്കെയാണ്. So I am happy. ഓക്കെ, താങ്ക് യു. നമ്മുടെ ജെനി ഇപ്പോൾ ജോലി ചെയ്യുന്നത് കോഴഞ്ചേരിക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ്. മുഴുവൻ സമയം നിന്നുള്ള ജോലിയാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഏതായാലും ദൈവം അത്ഭുത അതിശയത്തോടെ നടത്തുന്നു. നമ്മുടെ പ്രാർത്ഥന വീണ്ടും ഉണ്ടായിരിക്കുക. ദൈവം മകളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവം കൂടെ ഇരുന്ന് നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പ്രകാശ് എനിക്ക് തോന്നുന്നു പ്രകാശ് ഓട്ടോമാറ്റിക്കലി കിറ്റായെന്ന് തോന്നുന്നു. ഇനി ഒരു ഗാലക്സി J7 കിടപ്പുണ്ട്. അത് എന്റെ ജ്യേഷ്ഠനാണ്, ശിവജാൻ.
ഓക്കെ, അതിലേക്ക് വരാം. ഇവിടെ സോളിയും ജബിനും ജോഷിനും രാജു അളിയനും എന്താണ് പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. എല്ലാരെയും കണ്ടതിൽ വളരെ സന്തോഷം. നല്ല പ്രസംഗം സച്ചിനിൽ നിന്ന് കേട്ടു. സച്ചിനെ ഒരുപാട് നാളോടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ നമ്മുടെ കുട്ടികളുടെ എല്ലാവരും മേബിളിന്റെ പാട്ട് എല്ലാം കണ്ടില്ല. എന്താ മോളെ? വണ്ണം വെച്ച് പോയല്ലോ. വണ്ണം വെച്ചോ? അതാ ഫോട്ടോ അത് തന്നെ. ഓക്കെ ഓക്കെ, ജെനിയെ കണ്ടു. ജെനിയൊക്കെ ഒത്തിരി നാളായി കണ്ടിട്ട്. അവരെയൊക്കെ കാണാൻ സാധിച്ചു. മഞ്ജുവിന്റെ സംസാരമൊക്കെ കേട്ടു. എല്ലാവരും സന്തോഷിക്കുന്നു. എല്ലാത്തിലും കാണാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ ക്രിസ്റ്റീന എന്തിയെ? ക്രിസ്റ്റീന, where is Christina? Okay. Okay. ക്രിസ്റ്റീന, സുജന്മാമ, അബിൻ, ഇവരെല്ലാവരും ഞങ്ങളുടെ അടുത്ത നെയ്ബേഴ്സ് ആണ്. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന വ്യക്തികളാണ്. പോയി ഇപ്പൊ എമർജൻസി ആയിട്ട് ഫ്ലൈറ്റിൽ പോയതാ. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇറങ്ങിയുള്ളൂ 5 മിനിറ്റ്. നമ്മുടെ ബാവുച്ചാന് ഇവരിപ്പോ താമസിക്കുന്നതിന്റെ അടുത്ത് മംസാർ എന്ന ഒരു സ്ഥലത്ത് ഒരു ദൈവകൃപയാൽ അനുഗ്രഹീതമായ ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാസത്തിൽ തീരത്തക്ക രീതിയിലാണ്, അതായത് അടുത്ത മാസം തീരത്തക്ക രീതിയിലുള്ള ഒരു ഭവനമാണ് അവർ പണിയുന്നത്. നമ്മുടെ സഹോദരൻ ഒരു അനുഗ്രഹീതമായ ഒരു ഭവനം അവിടെ പണിയുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത് നല്ല ഭംഗിയായി പണിയുവാനും അതിൽ നിന്റെ മക്കൾ താമസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ ബാവുച്ചായന്റെ വൈഫ് സുജമാമ, മൂത്ത മകൾ ക്രിസ്റ്റീന, രണ്ടാമത്തെ മകൻ അബിൻ, മൂന്നാമത്തെ മകൾ കാരൽ. ഇവരുടെ 3 പേരുടെയാണ് നമ്മൾ കേട്ടത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ശുശ്രൂഷയായിരുന്നു അവർ ചെയ്തത്. തീർച്ചയായിട്ടും അവരുടെ ബിസിനസ്സും പഠനവും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ തൊക്കണം പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നതാണ് നമ്മുടെ ആഷ്ലി. ഇന്ന് അവർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കണ്ടില്ല. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബർത്ത്ഡേ ആഘോഷിച്ചു നമ്മുടെ സച്ചിൻ. 2 പേരാണ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ചത് ഈ ഒരു മാസം. എൻ്റെ അറിവിൽ വേറെ ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കൈപ്പള്ളി കുടുംബത്തിൽ 2-3 പേരുണ്ടായിരുന്നു. അവർക്കും നമ്മുടെ കാതേട്ട് കുടുംബത്തിന്റെ സകലവിധമായ ബർത്ത്ഡേ ആശംസകൾ ആഘോഷിക്കുന്നതോടൊപ്പം സച്ചിൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ബർത്ത്ഡേ പാട്ടൊന്ന് പാടുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സച്ചിൻ, happy birthday to you, may God bless you, may God bless you, happy birthday, happy birthday, happy birthday to you. Thank you so much everybody. ഒരു നല്ല സൂപ്പർ ബർത്ത്ഡേ വിഷ് ആയിരുന്നു കേട്ടോ. Thank you. താങ്ക് യു. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാമോ? ഓക്കെ, നമ്മുടെ പുനേൽ ഉപ്പാപ്പൻ, അതുപോലെ തന്നെ സച്ചിൻ, സാംചാൻ, സോളി, മഞ്ജു, സെലിമാമ, ക്രിസ്റ്റിച്ചായൻ, ബാവുച്ചാൻ ഫാമിലി, മനോജ് ഫാമിലി, ജയൻ ഫാമിലി, അനു ആൻഡ് ഫാമിലി, ആൻഡ് ജെനി വർഗീസ്, സുജമാമ ഫാമിലി, എല്ലാവരും ഇവിടെ ഉള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ ഇനി കാണുന്നത് നെക്സ്റ്റ് മാസത്തിൽ, നവംബർ മാസത്തിൽ 2nd സാറ്റർഡേ ഈവനിങ്ങിലാണ്. നമ്മൾ വീണ്ടും ഒരു ആത്മീയമായ ഒരു ആരാധനയോടെ നമ്മൾ വീണ്ടും കടന്നു വരും. അതുവരെയും ദൈവം തന്റെ സ്വസ്ഥമായ ചിറയിൻ കീഴിൽ നമ്മെ എല്ലാവരെയും പരിപാലിക്കട്ടെ. കൊറോണ അങ്ങനെ തുടങ്ങിയ എല്ലാ മഹാമാരിയിൽ നിന്നും
ദൈവം നമ്മെ വിടുവിക്കട്ടെ. നമ്മുടെ ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും എല്ലാ മേഖലകളിലും ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിച്ച് ശ്രേഷ്ഠതയോടെ നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. നമുക്ക് 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതുവരെ നമ്മെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണം. Okay, good night to all. Okay, bye. Bye, bye. Bye. God bless you all. Thank you. Good night. Good night, good night. Good night. Good night. Good night.